പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. കേൾക്കാമോ? കേൾക്കാം പാസ്റ്റർ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി കർത്താവിന് നന്ദി അർപ്പിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ വചനമായിട്ട് നിൽക്കുവാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായി പരമാർത്ഥ ഹൃദയത്തോടെ നന്ദി അർപ്പിക്കുന്നു. ദൈവം നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിപാലിച്ചത് ദൈവത്തിൻ്റെ സ്നേഹം അത് മനസ്സിലാക്കുവാൻ ദൈവം നമുക്ക് നൽകിയ നല്ല അവസരത്തിനായി ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ഈ ടീമിനെ ദൈവം മാനിക്കട്ടെ. അതിൻ്റെ മുൻനിരയിൽ അഡ്മിനായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ദൈവദാസി ഇന്ദുലേഖ സിസ്റ്റർക്കും മറ്റെന്നെ ശ്രമിക്കുന്ന എല്ലാ മാന്യ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തു നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കും. ദൈവം നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പരിപാലിച്ചു. വീണ്ടും ദൈവം പരിപാലിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുക. ഈ ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ആവശ്യങ്ങളാണ് ദൈവം പ്രവർത്തിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ ഓർക്കും. നമുക്ക് ദൈവത്തിനവരായിരിക്കാം. എന്നെ എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഓർപ്പിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. മതി. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥന കഴിച്ചു. ഞാൻ അല്പസമയം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ദൈവപ്രവർത്തി. ആ വിഷയത്തെ ആസ്പദമാക്കിയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ദൈവാത്മാവ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസം വരായിരിക്കും. കുറച്ചു പേരെ ഉള്ളൂ എന്ന് വിചാരിച്ച് ആരും മനസ്സ് മടിക്കണ്ട, നിരാശപ്പെടണ്ട. നമ്മുടെ യേശു നമ്മുടെ നടുവിൽ, നമ്മുടെ കൂടെ, നമ്മുടെ വേദന അറിയുന്ന, നമ്മുടെ ഭാരം അറിയുന്ന, നമ്മുടെ ചിന്തകൾ അറിയുന്ന യേശു നമ്മുടെ കൂടെയുണ്ട്. ആ യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയേണ്ടതിന് വേണ്ടി പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കുക. ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നഷ്ടപ്പെട്ടതിന് മടക്കി തരുന്ന ദൈവപ്രവൃത്തി. അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്ന പുസ്തകം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ പുസ്തകമാണ്. അതൊരു ചരിത്ര പുസ്തകമാണ്. എന്താണ് ചരിത്ര പുസ്തകം? അപ്പോസ്തല പ്രവൃത്തി രചിച്ചത് അല്ലെങ്കിൽ എഴുതിയത് ലൂക്കോസാണ്. ലൂക്കോസ് ഒരു ചരിത്രകാരനാണ്. അപ്പോസ്തല പ്രവൃത്തി ലൂക്കോസ് എഴുതിയത് കൊണ്ട് തന്നെ ലൂക്കോസിന്റെ ജീവിതവുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അതൊരു ചരിത്ര പുസ്തകമാണ്. ലൂക്കോസിന്റെ സുവിശേഷം എഴുതിയതും ലൂക്കോസാണ്. ലൂക്കോസ് നല്ലൊരു ചരിത്രകാരനായിരുന്നു, നല്ലൊരു വൈദ്യനായിരുന്നു. അതുകൊണ്ട് ആ മേഖലയിലുള്ള ആ രീതിയിലുള്ള ഒരു പ്രവർത്തനവും എഴുത്തും ആ ലൂക്കോസിന്റെ സുവിശേഷത്തിലും അപ്പോസ്തല പ്രവൃത്തിയിലും നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ചരിത്ര പുസ്തകമാണ്. എന്താണ് ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ചരിത്രം? എന്താ? യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ ഉയർപ്പ് വരെയുള്ള സംഭവങ്ങളാണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയുടെ ചരിത്രം എന്നാൽ പെന്തിക്കോസിന്റെ ചരിത്രമാണ്. പെന്തിക്കോസിന്റെ ചരിത്രമായി മാളിക മുറിയിൽ ഒന്നിച്ചു കൂടിയിരുന്ന് ആത്മശക്തി ഇറങ്ങി ആത്മാവിന്റെയും ശക്തിയുടെയും ആത്മനിയോഗത്തിന്റെയും ശക്തിയോടെ പ്രവർത്തിച്ച് രോഗികളെ സൗഖ്യമാക്കി അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവർത്തികളാൽ സഭയെ ഉറപ്പിച്ചു പോകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവി കൊടുക്കുന്ന ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം. ഞാനത് കൂടുതൽ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം വളരെ ഇഷ്ടമാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി, നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ്. എന്താണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ഇത്ര പ്രാധാന്യമാണ്? ഞാനതിന് പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഭാവനയിൽ ഒരു വ്യാഖ്യാനം ഞാൻ പറയാം. ബൈബിള് 66 മുറിയുള്ള ഒരു വലിയ സൗധമാണല്ലോ ബൈബിൾ. 66 മുറിയുള്ള വലിയൊരു സൗധമായിട്ടാണ് ബൈബിൾ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് 44-ാമത്തെ മുറിയാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ മുറി. എന്തുകൊണ്ടാണ് 44-ാമത്തെ മുറി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം? അത് പവർ സ്റ്റേഷനാണ്. ശ്രദ്ധിച്ച് നോക്കിക്ക്. 66 മുറിയുള്ള ഒരു വീട് നമുക്ക് ഉണ്ടെങ്കിലും അതിനകത്ത് പവർ ഇല്ലെങ്കിൽ, കറണ്ട് ഇല്ലെങ്കിൽ പ്രയോജനമില്ല. അതുകൊണ്ട് തന്നെ 66 മുറിയുള്ള ഈ ബിൽഡിങ്ങിനകത്ത് 44-ാമത്തെ മുറി ഒരു പവർ സ്റ്റേഷനാക്കി ദൈവം മാറ്റി. ഓർത്ത് നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ പവർ സ്റ്റേഷൻ ആണെങ്കിൽ ആ പവർ വിഘടിച്ചുകൊണ്ട് പോകാൻ ട്രാൻസ്ഫോമർമാർ വേണമല്ലോ.
വേണം. ആ ട്രാൻസ്ഫോമർമാരാണ് നമ്മൾ. സ്വോത്രം പറയാമോ? എത്ര പേർക്ക് സ്വോത്രം പറയാൻ പറ്റും? അപ്പൊ എന്നെ ദൈവം ഒരു ട്രാൻസ്ഫോമറാക്കി ദൈവം മാറ്റിയിരിക്കുന്നു. നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചാൽ ട്രാൻസ്ഫോമറിനകത്ത് ദൈവത്തിന്റെ ശക്തിയുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. ദൈവപ്രവർത്തി വെളിപ്പെടും. ഞങ്ങളുടെ നാട്ടില് ചില കള്ളുകൂടിയന്മാര് കള്ളൊക്കെ കുടിച്ചിട്ട് തലയെക്കെട്ടുമൊക്കെ കെട്ടി ട്രാൻസ്ഫോമറിന് മുമ്പിൽ ചീത്ത വിളിക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ ട്രാൻസ്ഫോമർ മൂടുന്നത്, ധൈര്യമുണ്ട്, ഇറങ്ങി വാ എന്നൊക്കെ ചീത്ത വിളിക്കാൻ ഞാനും കേട്ടിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ ആ ട്രാൻസ്ഫോമർ തൊടുമ്പോഴറിയാം. ശ്രദ്ധിച്ച് നോക്കിക്കേ. കാരണം എന്നാ? കരണ്ടടിക്കും. അതോ അവിടെ ഇവിടെ നിന്ന് പലരും അതും വിളിച്ചു പറയുന്നത് സത്യമാണ്. പക്ഷെ നമ്മളെ തൊടുമ്പോഴറിയാം. നിനക്ക് പവറുള്ള ഒരു ദൈവത്തിന്റെ പൈതലാണെങ്കിൽ, ആത്മനിയോഗമുള്ള ഒരു ദൈവത്തിന്റെ ദാസനാണെങ്കിൽ, നിന്നെ തൊടുന്ന ഏത് ശക്തിയെയും, മന്ത്രവാദിയാകാം, ആഭിചാരകന്മാരാകാം, ഏത് ശക്തിയായിരുന്നാലും നിന്നെ തൊടുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ട്രാൻസ്ഫോമർ. ഞാൻ അങ്ങനെ ബൈബിൾ പഠിച്ചപ്പോ ബൈബിള് മൊത്തം ട്രാൻസ്ഫോമർമാരായിട്ടാണ് എനിക്ക് ചിന്തയുണ്ടായത്. ഇതൊക്കെ എന്റെ ഭാവനയാണ്. ബൈബിള് മുഴുവൻ ട്രാൻസ്ഫോമർമാരാണ്. അപ്പൊ ഞാൻ ഓർത്ത് നോക്കിയാൽ ചെറിയ ട്രാൻസ്ഫോമർ ആണെങ്കിലും വലിയ ട്രാൻസ്ഫോമർ ആണെങ്കിലും പവർ ഒന്ന് തന്നെയാണ്. സ്തോത്രം. പവർ ഒന്ന് തന്നെയാണ്. ഞാനത് ബൈബിൾ പഠിച്ചപ്പോ വേണ്ട ഒരു ബൈബിൾ മൊത്തം ട്രാൻസ്ഫോമർമാരാണ്. ഒരു ചെറിയ ട്രാൻസ്ഫോമർ, 3 മാസം പ്രായമുള്ള ഒരു ട്രാൻസ്ഫോമർ ആയിരിക്കുന്ന മോശക്കുഞ്ഞിനെ എവിടെ കൊണ്ടിട്ടു? അപ്പോൾ രാജകൊട്ടാരത്തിൽ വരെ കരണ്ടടിച്ചു. ഉണ്ടോ എന്ന് പറഞ്ഞാൽ കൊല്ലണമെന്ന് വിചാരിച്ച വ്യക്തിയുടെ വീട്ടിൽ കരണ്ട് അടുപ്പിച്ചിട്ട് അവിടുന്ന് ആള് വന്ന് എടുത്തുകൊണ്ട് പോയി ആ രാജകൊട്ടാരത്തിൽ വളർത്തിയതാണ് ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി. അതുകൊണ്ട് ഓർത്ത് നോക്കിക്കേ, നമുക്ക് നേരെ ഇന്നലെ വരെ കുതന്ത്രം ഒരുക്കിയവരും ഇല്ലാതാക്കിയവരുടെ മുമ്പിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തക്ക രീതിയിൽ ദൈവം അത്ഭുതം ചെയ്യും. ഞാൻ അത് വിശ്വസിക്കുന്നു. അത് സംഭവിക്കും. അങ്ങനെ മോശ എന്ന് പറഞ്ഞ് ചെറിയ ട്രാൻസ്ഫോമർ കണ്ടോ? എന്തോ അഭിഷേകത്തിന്റെ പവർ ഉള്ളവരാ. ചിന്തിച്ചു നോക്കി. അങ്ങനെ വളർത്തിയെങ്കിൽ പിന്നെ നമ്മൾ ബൈബിൾ പഠിച്ചു വരുമ്പോൾ ഞാൻ എല്ലാം പഠിച്ചപ്പോ എല്ലാം ട്രാൻസ്ഫോമർമാരാ. ഒരു ട്രാൻസ്ഫോമറിനെ വലിച്ചെറിഞ്ഞ് സിംഹത്തിന്റെ ഗുഹയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടു. പക്ഷെ ഓർത്ത് നോക്കിക്കേ, ഒരു രാത്രി മുഴുവനും സിംഹമെല്ലാം കരണ്ട് അടിച്ച് സ്റ്റില്ലായിട്ട് നിന്ന കണ്ടോ? ഒരു രാത്രി മുഴുവനും. ശ്രദ്ധിച്ചു നോക്കിയേ, ദാനിയേലിന് തൊടാൻ പറ്റിയില്ല. അങ്ങനെ ബൈബിൾ മുഴുവൻ ട്രാൻസ്ഫോമർമാരാ. നിങ്ങൾക്ക് 1-2 ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പ്രസ്താവിച്ചെന്നുള്ളൂ മനസ്സിലാകാൻ വേണ്ടിയാ. അങ്ങനെയെങ്കിൽ ബൈബിൾ മുഴുവൻ ട്രാൻസ്ഫോമർമാരാ. അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോമർ ആയിരുന്നു പത്രോസ്. ഒറ്റ പ്രസംഗത്തിന് 3000 എണ്ണം. ഒറ്റ പ്രസംഗത്തിന് 3000 എണ്ണം രക്ഷിക്കപ്പെടുന്നത്. ഇന്ന് 3000 ദിവസം പ്രസംഗിച്ചാലും ഒരാളും രക്ഷിക്കപ്പെടുന്നില്ല. കാരണം യേശുവിന്റെ പവറില്ല, എല്ലാ സംഘടനയുടെ പവറാണ്. ഇന്ന സംഘടന, ഇന്ന സംഘടന, ഇന്ന സംഘടന. എന്തായാലും ഞാൻ ഈ ഗ്രൂപ്പിനെ അഭിനന്ദിക്കുന്നു. സംഘടനയില്ലാതെ, സംഘടന വ്യത്യാസമില്ലാതെ ആത്മാവുള്ള ഐക്യതയുള്ളവരെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാനൊരു മനോഭാവം ദൈവം കൊടുക്കുന്നെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ പദവി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മശക്തിയോട് ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യും. പക്ഷെ ഞാൻ ആ ഭാഗമെല്ലാം ക്ലോസ് ചെയ്യാം. അങ്ങനെയുള്ള ട്രാൻസ്ഫോമർ ആയിരുന്നു ഈ പത്രോസ്. ഈ പത്രോസിനെ പിടിച്ച് ജയിലിലിട്ടിരിക്കുക, തടവിൽ കിടക്കുന്നുണ്ടോ? തടവിൽ കിടക്കുമ്പോൾ സഭശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിക്കേ, സഭശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന ദൈവത്തിന്റെ പ്രവൃത്തി. ഇനി നഷ്ടപ്പെട്ടത് മടക്കി തരാൻ എന്തോ ചെയ്യണം? അവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്ന് ഞാൻ വിവരിക്കുന്നില്ല. നഷ്ടപ്പെട്ടത് മടക്കി തരാൻ ഒന്ന് എന്ത് ചെയ്യണം? അനുദവിക്കണം. 1 അനുദവിക്കണം, 2 പ്രാർത്ഥിക്കണം, 3 ദൈവശബ്ദം കേൾക്കണം, 4 ജയിക്കണം. ഈ 4 കാര്യങ്ങൾ ചെയ്താൽ നഷ്ടപ്പെട്ടത് മടക്കി തരും. എന്തൊക്കെയാ? 1 നമ്മൾ അനുദവിക്കണം, 2 പ്രാർത്ഥിക്കണം, 3 ദൈവശബ്ദം കേൾക്കണം, 4 ജയിക്കണം. ഈ 4 കാര്യം നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്താൽ നമ്മുടെ നഷ്ടപ്പെട്ട അവകാശം ദൈവം മടക്കി തരും. അങ്ങനെയെങ്കിൽ വിശ്വസിച്ച് നമ്മുടെ എന്തൊക്കെ അവകാശങ്ങളാണ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ട അവകാശങ്ങളെ ദൈവം മടക്കി തരും. ഞാനത് വിശ്വസിക്കുന്നു. ഇനി നഷ്ടപ്പെട്ടത് മടക്കി തരണമെങ്കിൽ അതേ കമ്പനിക്കാരന് മാത്രമേ പറ്റുകയുള്ളൂ. അതേ കമ്പനിയുടെ ഒരു സാധനം നഷ്ടപ്പെട്ടാൽ നമ്മൾ മറ്റൊരു കമ്പനിക്കാരനെ വിളിക്കത്തില്ല. അതേ കമ്പനിക്കാരൻ തന്നെ വിളിച്ചിട്ട് അത് നല്ലതാക്കി എടുക്കേണ്ടതിന് വേണ്ടി ആ കമ്പനിക്കാരനെ ഏൽപ്പിക്കുന്നത് പോലെ നമ്മുടെ നഷ്ടപ്പെട്ട അവകാശങ്ങളെ ദൈവം മടക്കി തരേണ്ടതിന് വേണ്ടി നമ്മളെ സൃഷ്ടിച്ച വലിയവനായ ദൈവത്തിന്റെ മുമ്പിൽ അനുതാപത്തോടെ അടുത്ത് ചെന്നാൽ ദൈവം നമ്മുടെ അടുത്ത് വന്നിട്ട് മകനെ മകളെ എന്ന് വിളിച്ച് ആശ്വസിപ്പിച്ച് ശ്രേഷ്ഠമായ പദവി തരേണ്ടതിന് വേണ്ടി ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നഷ്ടപ്പെട്ട അവകാശങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? എന്റെ ചില അവകാശങ്ങൾ നഷ്ടപ്പെട്ടു. ഏതൊക്കെ അനുഭവങ്ങളാണ്? ആത്മീയ അനുഭവങ്ങളാണോ?
അനുഭവങ്ങളോ ഏതൊക്കെ മേഖലകളിലാണ് നഷ്ടപ്പെട്ട് കിടക്കുന്നെങ്കിൽ അതിനെ മടക്കി തരുവാൻ യേശു ഇന്ന് നമ്മുടെ നടുവിലുണ്ട്. ഞാനത് പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ഈ വായിച്ച ഭാഗത്തേക്ക് വരിക. എന്താണ് നഷ്ടപ്പെട്ട അവകാശങ്ങൾ? ഇവിടെ ഈ സഭയാണല്ലോ, സഭ ശ്രദ്ധയോടെ പ്രവർത്തിക്കുകയാണല്ലോ. ഈ സഭയിൽ 3 കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ട അനുഭവങ്ങളെ ദൈവം മടക്കി തരേണ്ടതിന് വേണ്ടിയാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഇത് സഭയാണ്. എന്തൊക്കെയാണ് നഷ്ടപ്പെടുത്തിയത്? ഒന്ന്, നമുക്ക് 11-ാം അധ്യായത്തിന്റെ അവസാന പാരഗ്രാഫ് നമുക്കൊന്ന് വായിക്കണം. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം മുതൽ ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ, ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൂടൊന്ന് മനസ്സിലാക്കേണ്ടതിന് വേണ്ടി ഞാൻ പ്രസ്താവിക്കുന്നതേ ഉള്ളൂ. 1-2 കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പ്രസ്താവിക്കുക. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 27 മുതലുള്ള വാക്യം. ആ കാലത്ത് യെരുശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. അവരിൽ അഗബോസ് എന്ന പേരുള്ള ഒരുവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെ മഹാക്ഷാമം ഉണ്ടാകും എന്ന് ആത്മാവിനാൽ പ്രവചിച്ചു. അത് ക്ലൗദോസിന്റെ കാലത്ത് സംഭവിച്ചു. അപ്പോൾ യഹൂദിയയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു. അവർ അത് നടത്തി ബർന്നബാസിന്റെ ശൗലിന്റെ കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു. അക്കാലത്ത് അവിടെ അങ്ങനെ തുടങ്ങുന്നത് ശ്രദ്ധിച്ചു. അപ്പൊ അക്കാലത്ത് 3 സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കി തരാം, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുക. ഇവിടെ ഇതൊരു സഭയാണല്ലോ, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നത് ഒരു സഭയാണ്. ഈ സഭയിൽ ഒരു ക്ഷാമം ഉണ്ടാകുമെന്ന് ഒരു പ്രവാചകൻ പ്രവചിച്ചു. സത്യസന്ധനായ ഒരു നല്ല പ്രവാചകൻ. ആ പ്രവാചകൻ പ്രവചിച്ചു ഈ സഭയ്ക്ക് ഒരു ക്ഷാമം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ക്ഷാമം ഉണ്ടാകുന്നതിനെ പരിഹരിക്കേണ്ടതിന് വേണ്ടി, ക്ഷാമത്തെ മാറ്റേണ്ടതിന് വേണ്ടി കുറച്ച് സാമ്പത്തികം കളക്ട് ചെയ്ത് അങ്ങ് ദൂരെ നിന്ന് അയക്കുന്നു. ഉദാഹരണം എവിടെ നിന്നും ആയിക്കോട്ടെ, അമേരിക്കയെന്നോ UK-ന്നോ ഗൾഫിന്നോ ഏതെങ്കിലും രാജ്യത്തായിക്കോട്ടെ, അവിടുന്ന് ഈ സാമ്പത്തികം ഈ സഭയിലോട്ട് അയച്ചു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അയച്ച് അവരൊരു പിരിവൊക്കെ ഇട്ട് സംഭാവനയൊക്കെ കളക്ട് ചെയ്തിട്ട് ഈ സഭയിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ, അങ്ങനെ അവിടെ വായിക്കുന്നത്, ക്ഷാമം ഉണ്ടാകുമെന്ന് നേരത്തെ അറിയിപ്പ് കിട്ടിയത് കൊണ്ട് സാമ്പത്തികമൊക്കെ കളക്ട് ചെയ്ത് ഈ സഭയ്ക്ക് വേണ്ടി അയച്ചു കൊടുക്കുമ്പോൾ അക്കാലത്ത്, അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഒന്ന്, സാമ്പത്തികത്തെ ബ്ലോക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഒന്ന്, സാമ്പത്തികം ഇല്ലാതാക്കുന്ന മേഖല എന്ന് പറഞ്ഞാൽ സാമ്പത്തികം വരുന്ന മേഖലകളെ തടയേണ്ടതിന് വേണ്ടി, ഇല്ലാതാക്കേണ്ടതിന് വേണ്ടി ശ്രമിക്കുന്ന ചില ഹെരോദാവിന്റെ കരങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേക്ക്, അല്ലെങ്കിൽ ശത്രുവിന്റെ കരങ്ങൾ. ഒന്ന്, സാമ്പത്തികത്തെ നഷ്ടമാക്കി. ഒന്ന് ഓർക്കണം, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് പരാധീനത ഉള്ളതും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നതും സാമ്പത്തിക മേഖലകളിലാണ്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒരു പ്രാർത്ഥന നടത്തണം, പക്ഷേ ഉപവാസ പ്രാർത്ഥന നടത്തണം, ഒരു കൺവെൻഷൻ നടത്തണം, മുറ്റത്തെ കൺവെൻഷൻ നടത്തണം, പരസ്യങ്ങൾ നടത്തണം. ഇതെല്ലാം ആഗ്രഹമുണ്ടെങ്കിലും പറയുന്ന കാര്യം ഇതാണ്, സാമ്പത്തികമില്ല. സാമ്പത്തിക പരാധീനത വന്നാൽ നമ്മൾ കാര്യങ്ങളൊന്നും നടക്കത്തില്ലെന്ന് ചിന്തിക്കുന്ന മേഖലയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കത്തക്ക രീതിയിൽ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകുന്നെങ്കിൽ യേശു പറയുക, അതിനെ മാറ്റാൻ ദൈവത്തിന്റെ പദ്ധതി ഇന്ന് ഇപ്പോൾ വെളിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഞാൻ പറയുന്നു, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അങ്ങനെ സാമ്പത്തിക ഞെരുക്കമുള്ള സ്ഥലങ്ങളിൽ ദൈവപ്പുറത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസിനോട് പറയുക, യേശുക്രിസ്തു പറയുന്നു, നീ പോയി ചൂണ്ടയിടണം. ചൂണ്ടയിടുമ്പോൾ ആ ചൂണ്ടയ്ക്കകത്തൊരു മത്സ്യം വെട്ടും. ആ മത്സ്യത്തിന്റെ വായിക്കകത്ത് ശബ്ദം പണം കാണും. അതെടുത്ത് എനിക്ക് നിനക്കും വേണ്ടി കരം കൊടുക്കണം. ശ്രദ്ധിച്ചു നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിനക്കും വേണ്ടി കൊടുക്കുവാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതിനർത്ഥം ഞാൻ പറയാം, ഞാനുണ്ടെങ്കിൽ എന്റെ യേശു ഉണ്ട്, യേശു ഉണ്ടെങ്കിൽ ഞാനുണ്ട്, യേശു എന്നോട് കൂടെ ഉണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാനുണ്ടെങ്കിൽ എന്റെ യേശു എന്നോട് കൂടെ ഉണ്ട്, എന്റെ യേശു എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. നമ്മളങ്ങനെ പാട്ടൊക്കെ പാടാറില്ലേ, എന്നേശു ജീവിക്കുന്നതിനാൽ ഞാനും ജീവിക്കുന്നു, യേശു നമ്മോട് കൂടെയുണ്ട്. അപ്പൊ സാമ്പത്തിക മേഖലകളിലുള്ള ഞെരുക്കങ്ങളെ മാറ്റാൻ യേശു ഒരു പദ്ധതി ഉണ്ട്. വിശ്വസിച്ച് നോക്കിയേ. ഒന്ന്, ഈ സഭയുടെ സാമ്പത്തികത്തെ നഷ്ടമാക്കി നമ്മുടെ മുമ്പോട്ടുള്ള ആത്മീയ കാര്യങ്ങൾക്ക് തടസ്സം ഇടുന്നത് സാമ്പത്തികമാണെന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇനി നിങ്ങൾ ജോലി മേഖലകളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഇതുവരെയും ഒരു കാര്യം
കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. ദൈവമേ, ഇത്ര രൂപയുടെ കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ആ കാര്യം കൂടെ ഒന്ന് ക്രമീകരിക്കാമായിരുന്നു. ചിന്തിച്ച് ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടിയുള്ള ദിവസമാണ്. നമ്മൾ ഒരുമിച്ച് സഭയായി പ്രാർത്ഥിക്കുമ്പോൾ അതിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഇന്നത്തെ പ്രാർത്ഥന ഒരനുഗ്രഹമായിട്ട് മാറും. സിസ്റ്റർ നേരത്തെ പ്രസ്താവിച്ചതുപോലെ ഈ മാസം ഒരു അനുഗ്രഹത്തിന്റെ മാസമാണ്. ഞാൻ വിശ്വസിക്കുന്നു ദൈവം പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, സിസ്റ്റർ നേരത്തെ പറഞ്ഞപ്പോഴേ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു ഈ വിഷയത്തെ കുറിച്ച് പ്രസംഗിക്കണോ, വാതിൽ തുറക്കുന്ന വിഷയത്തെ കുറിച്ച് പ്രസംഗിക്കണം. അതാണ് എന്നോട് സിസ്റ്റർ വിളിച്ചു പറഞ്ഞു പ്രസംഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ദൈവം തന്നൊരു നിയോഗം ഇതാ. ചില വാതിൽ ദൈവം തുറക്കും. ഒന്ന്, സാമ്പത്തിക മേഖലകളിൽ അടഞ്ഞു മൂടിക്കിടക്കുന്ന വിഷയത്തെ പരിഹരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഹിതപ്രകാരമാകത്തക്ക രീതിയിൽ യേശുവിന്, എനിക്ക് യേശുവിനും വേണ്ടി എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമത്തെ കൂടെ ഉയർത്തത്തക്ക രീതിയിലുള്ള ക്രമീകരണം ചെയ്യാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിൽ ഉറച്ചു നിൽക്ക്, പതറിപ്പോകരുത്. ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഒന്ന്, സാമ്പത്തിക മേഖലകളാണ്. 2:12 വായിക്കുന്നു. 12-1 വാക്യം ഒന്ന് വായിച്ച്. 12:1. 12:1. ആ കാലത്ത് ഹെരോദാവ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. ശ്രദ്ധിച്ചു നോക്കിയേ, യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. ശ്രദ്ധിച്ചു നോക്കിയ. ഒന്നാമത്തെ നഷ്ടം സാമ്പത്തിക നഷ്ടം. രണ്ടാമത്തെ നഷ്ടം യാക്കോബിനെയാണ്. യാക്കോബ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന വീരന്. യാക്കോബിനെ കുറിച്ച് ചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? യാക്കോബിന്റെ കാലൊക്കെ ഒട്ടകക്കാല് പോലെയാണ്. അത്രയും പൊക്കമല്ല, അതുപോലെ തഴമ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വീരനായിരുന്നു യാക്കോബ്. ശ്രദ്ധിച്ചു നോക്കി. അപ്പൊ രണ്ടാമത് ആരെ കൊന്നു? യാക്കോബിനെ കൊന്നു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയെ കൊന്നു. ശ്രദ്ധിച്ചു നോക്കി. പ്രാർത്ഥന ഇല്ലാതാക്കി. ഒന്ന്, സാമ്പത്തികത്തെ ബ്ലോക്ക് ചെയ്തു. 2, പ്രാർത്ഥന ഇല്ലാതാക്കി. ശ്രദ്ധിച്ചു നോക്കിക്കേ. പഴയതുപോലെ നമുക്കൊരു പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പഴയതുപോലെ ആത്മീയ കാര്യങ്ങൾക്ക് നമുക്ക് താല്പര്യമില്ല. പഴയതുപോലെ ആരാധനയ്ക്ക് നമുക്ക് താല്പര്യമില്ല. പഴയതുപോലെ ബൈബിൾ വായിക്കാൻ നമുക്ക് താല്പര്യമില്ല. ആത്മീയ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് താല്പര്യമില്ലാത്ത ഒരു മേഖലയിലേക്ക് ഈ കാലഘട്ടത്തിൽ വന്നിരിക്കുകയല്ലേ. ന്യൂ ജനറേഷൻ കുട്ടികളൊക്കെ ആത്മീയ കാര്യങ്ങൾക്ക് താല്പര്യമില്ലാത്തവരെ പോലെ പുറമോട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഓർക്കണം, പ്രാർത്ഥന വീരന്മാർ എഴുന്നേൽക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. അവർ രണ്ടാമത് പ്രാർത്ഥനയെ കൊന്നു കളഞ്ഞു. ശ്രദ്ധിച്ചു നോക്കിയേ. പ്രാർത്ഥനയെ കൊന്നു. ശ്രദ്ധിച്ചു നോക്കിയ. പ്രാർത്ഥനയെ കൊന്നു കളഞ്ഞു. ഈ സഭയുടെ നിലനിൽപ്പെന്ന് പറയുന്നത് 1, സാമ്പത്തികം, 2, പ്രാർത്ഥന, 3, പ്രസംഗമാണ്. കണ്ടോ? ഓർത്ത് വായിക്കേ. അങ്ങനെ കൊന്നിട്ട് അടുത്ത് ആരെ കൊല്ലാനായിട്ട്? പത്രോസിനെ കൊല്ലാനായിട്ട്. പത്രോസ് എന്ന് പറഞ്ഞ ആരാ? പ്രസംഗമാണ്. കണ്ടോ? അപ്പൊ 1 സാമ്പത്തികം, 2 പ്രാർത്ഥന, 3 പ്രസംഗം. 10 വർഷം പ്രസംഗമാണല്ലോ. ഒറ്റ പ്രസംഗത്തിന് 3000 എണ്ണമാണ് രക്ഷിക്കപ്പെട്ടത്. അപ്പൊ മൂന്നാമത്തെ കാര്യമായിരിക്കുന്ന ഈ പ്രസംഗത്തെ കൂടെ കൊന്നുകളഞ്ഞാൽ ഈ സഭ തകരുമെന്ന് വിശ്വസിക്കുന്ന ചില ശക്തികളുണ്ട്. 1, നമ്മുടെ സാമ്പത്തികത്തെ ഇല്ലാതാക്കി, നമ്മുടെ പ്രാർത്ഥന ഇല്ലാതാക്കി. 3, പിടിച്ചു നിൽക്കുന്ന പ്രസംഗത്തിലാണെന്ന് ഇവർക്ക് മനസ്സിലായതുകൊണ്ട് ഇവര് പറയുക എങ്ങനെയെങ്കിലും പ്രസംഗം ഇല്ലാതാക്കണം. തിരിച്ചു നോക്കിക്കേ. എങ്ങനെയെങ്കിലും പ്രസംഗം ഇല്ലാതാക്കണം. 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഈ പ്രസംഗത്തെ കൂടെ കൊന്നുകളയണമെന്ന് ആലോചിക്കുന്ന ദുഷ്ടശക്തിയുടെ മുമ്പിൽ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക എന്ന് പറഞ്ഞ സഭ എന്ന് പറയുന്നത് നമ്മുടെയല്ല. സഭ ദൈവത്തിന്റെ പ്രവൃത്തിയാണെങ്കിൽ, സഭ ദൈവത്തിന്റെ കാരുണ്യപ്രകാരം ദൈവം ഉടലെടുത്തതാണെങ്കിൽ, അത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ സഭ ഒരാൾക്ക് വെറുതെ തുടങ്ങാൻ പറ്റുകയില്ല. സഭയുടെ പ്രവർത്തനം വെറുതെ തുടങ്ങാൻ പറ്റുകയില്ല. സാമ്പത്തികമുള്ളതുകൊണ്ട് സഭ വളരത്തില്ല. മറ്റെന്തെങ്കിലും കാര്യങ്ങളുള്ളതുകൊണ്ട് സഭ വളരത്തില്ല. കൂട്ടുകാർ കൂടുതലുള്ളതുകൊണ്ട് സഭ വളരത്തില്ല. കൂടപ്പുറപ്പുകൾ ഉള്ളതുകൊണ്ട് സഭ വളരത്തില്ല. കുടുംബക്കാരെല്ലാം കൂടെ കൂടിയാൽ സഭ വളരത്തില്ല. പക്ഷെ ഓർക്കണം, സഭ വളർത്താൻ ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ ഈ സഭയെ തകർത്ത് കളയാൻ ഏതൊക്കെ ശക്തികൾ കുതന്ത്രം ഒരുക്കിയാലും ഇന്ന് നമ്മൾ വിശ്വാസത്താൽ പറ, എനിക്ക് വേണ്ടി എന്റെ ദൈവം പ്രവർത്തിക്കും. അതിൽ ഇന്ന് തന്നെ ഒരു വാതിൽ ദൈവം തുറക്കും. ഞാനത് വിശ്വസിക്കുന്നു. 1, സാമ്പത്തികം ഇല്ലാതാക്കി. 2, പ്രാർത്ഥന ഇല്ലാതാക്കി. ഇനിയും പത്രോസിനെ കൊല്ലണം. ഓർക്കണം, പത്രോസിനെ കൊന്നു കഴിഞ്ഞാൽ ഈ സഭ തകരും, നമ്മുടെ പ്രവർത്തനം ഇല്ലാതാകും.
ദൈവദാസിയെ, ഇന്ദുലേഖ ദൈവദാസിയെ ദൈവാത്മദൂത് വിളിച്ചു പറയുക, പ്രസംഗം കൂടെ ഇല്ലാതാക്കിയാൽ, ആത്മശക്തിയോടെ ഇല്ലാതാക്കിയാൽ പ്രവർത്തനം ഇല്ലാതാക്കുമെന്നും ഇത് തകർന്നു പോകുമെന്നും ചിന്തിക്കുന്ന വ്യക്തികളുടെ മുൻപിൽ ദൈവം പറയില്ല. ചില വാതിൽ ദൈവം തുറക്കാൻ പോകണം, ചില പുതിയ വാതിൽ ദൈവം തുറക്കാൻ പോകുക. അവരറിയാത്ത, മത്തായിയുടെ സുവിശേഷത്തിൽ വാക്യം കൂടെ ചേർത്ത് വെച്ച് ഞാൻ പറയാം, ശത്രു അറിയാത്ത വേറൊരു വഴി ദൈവം തുറക്കുന്നുണ്ട്. സ്വത്രം പറയാം. ശത്രു അറിയാത്ത, സ്വത്രം, ഹല്ലേലൂയ, സ്വത്രം. ഞാൻ വിശ്വസിക്കുന്നു, ശത്രു അറിയാത്ത വേറൊരു വഴി. എന്താ ശത്രു അറിഞ്ഞ വഴി? യേശു ജീവിക്കുന്നു, യേശുവിനെ കൊന്നു കളയണം, യേശുവിനെ ഇല്ലാതാക്കണം. വേറെ രാജാവ് ഇവിടെ വരണ്ട, ഞാനല്ലാതെ, ഹെരോദാവല്ലാതെ വേറെ രാജാവ് ഇവിടെ വരണ്ട. അതുകൊണ്ട് ഈ രാജാവ് ജനിച്ചെന്ന് പറഞ്ഞ യേശു എന്ന രാജാവിനെ കൊന്നു കളയണമെന്ന് കുതന്ത്രം ഒരുക്കി, അവൻ തന്ത്രം ഒരുക്കിയപ്പോൾ ദൂതന്മാര് വന്ന് ഈ അവിടെ വന്ന വിദ്വാൻമാരോട് പറയുക, വേറെ വഴിയാ നിങ്ങൾ പോകണം, ശത്രു അറിയാത്ത വേറൊരു വഴി തുറന്നു മാനിക്കാൻ കഴിവുള്ള സ്വർഗത്തിൽ ദൈവമുണ്ട്. ഈ മാസം കഴിയുന്നതിന് മുൻപേ ഒരു ദൈവപ്പുറത്ത് വെളിപ്പെടും. ഞാനത് വിശ്വസിക്കുന്നു, അത് സംഭവിക്കും യേശുവിന്റെ അധികാരത്തിലുള്ള നാമത്തിൽ. ഇനി ആരും പറയാൻ അനുവദിക്കത്തില്ല, ഇന്നലെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യം നടന്നില്ലല്ലോ എന്ന് പറയാൻ അനുവദിക്കത്തില്ല. പറയാൻ പോവുക, ഇന്നലെ നമ്മൾ പ്രാർത്ഥിച്ചതിന് ഇതാ മറുപടി കിട്ടി, ഇതാ മറുപടി കിട്ടിയെന്ന് പറയത്തക്ക രീതിയിൽ ദൈവത്തിന്റെ ശക്തി നമ്മളിലുണ്ട്. അധികാരത്തോടെ പ്രഖ്യാപിക്കണം. ഒരു ദൈവപ്പെട്ട് വെളിപ്പെടും, തടയാൻ ഒരു ശക്തിക്ക് സാധിക്കത്തില്ല. വിശ്വാസത്താൽ പ്രഖ്യാപിക്കുക, എനിക്ക് വേണ്ടി എന്റെ യേശു പ്രവർത്തിക്കും. മൂന്ന് കാര്യങ്ങൾ തന്ത്രപരമായിട്ട്, ഐഡിയപരമായിട്ട് ഇല്ലാതാക്കാൻ നോക്കുന്ന ചില ശക്തികളും: സാമ്പത്തികം, പ്രാർത്ഥന, പ്രസംഗം. പ്രസംഗത്തെ കൂടി ഇല്ലാതാക്കിയാൽ തകർക്കാമെന്ന് വിചാരിച്ച് ഈ സഭയെ തകർത്തുകളെ, അവരുടെ പ്രവർത്തനം ഇല്ലാതാക്കാമെന്ന് വിചാരിച്ച് നോക്കിയിരിക്കുമ്പോൾ ഇതൊന്നും അറിയാതെ പ്രാർത്ഥിക്കുന്ന ഒരു സഭ പത്രോസിനെ തടവിലിട്ടിരിക്കുന്നത് കണ്ടോ. അടുത്ത ദിവസം കഴിയുമ്പോൾ, അവർ പെസഹ കഴിയുമ്പോൾ, പെസഹ ആയതുകൊണ്ട്, ഒരു ദിവസം ആയതുകൊണ്ട് അവനെ മാറ്റി നിർത്തിയ പെസഹ കഴിയുമ്പോൾ കൊല്ലേണ്ടതിന് വേണ്ടി കുതന്ത്രങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുക. അവരുടെ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു. ഇതൊന്നും അറിയാത്ത സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട കണ്ടോ. എവിടെയാണ് നമ്മുടെ നഷ്ടങ്ങൾ? ആ നഷ്ടത്തിന് മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. അത് സംഭവിക്കും പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസത്തിൽ പ്രഖ്യാപിക്ക്, എനിക്ക് വേണ്ടി എന്റെ ദൈവം ഒരത്ഭുതം ഇന്ന് രാത്രി ചെയ്യും. എനിക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂതനിറങ്ങും. ഞാനത് വിശ്വസിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുക. അങ്ങനെ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ, ഇങ്ങനെ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് എന്റെ ഒരു ആലങ്കാരിക വാക്കായിട്ടും ഭാവനയായിട്ടും ഞാൻ പറയുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥന ദൂരവാനിൽ സൂര്യ ചന്ദ്ര ഗോളങ്ങളെ കീഴ്മുറുത്തുകൊണ്ട് സ്വർഗത്തിൽ ചെന്ന് വീണു. കേട്ടോ, ഇതെന്റെ ഒരു ഭാവനയാണ്. സ്വർഗത്തിൽ ചെന്ന് വീണപ്പോൾ യേശു എഴുന്നേറ്റിട്ട് ചോദിക്കുന്നു, ആ മെമ്മോറാണ്ടം എവിടുന്ന് വന്ന മെമ്മോറാണ്ടമാ? അപ്പൊ ഒരു ദൂതൻ വായിക്കുകയാണ്, ഇന്നതുപോലെ ഇന്ന സ്ഥലത്തുനിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് ഇന്ദുലേഖ എന്ന് പറയുന്ന ദൈവദാസ അയച്ചിരിക്കുന്ന മെമ്മോറാണ്ടം. അപ്പൊ ദൂതൻ പറയുക, അപ്പൊ അങ്ങനെയാണെങ്കിൽ യേശു പറയുക, ഒരു കാര്യം ചെയ്യും, ഈ സ്വർഗത്തിലെ എല്ലാ പണിയും നിർത്തിക്ക്, ഈ സ്വർഗത്തിലെ ഓഫീസിലെ എല്ലാ പണിയും നിർത്ത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ മെമ്മോറാണ്ടത്തിന് തീർപ്പ് കൽപ്പിച്ചിട്ട് മതി മറ്റെല്ലാ പണി എന്ന് പറഞ്ഞിട്ട് ഈ ദൂതന്റെ കയ്യിൽ നിന്ന് പേപ്പർ വാങ്ങിച്ച്, യേശു ക്രിസ്തു പേപ്പർ വാങ്ങിച്ച് ഒരു സൈനൊക്കെ ഇട്ട് ഒപ്പൊക്കെ ഇട്ട് തിരിച്ച് തീർപ്പ് കൽപ്പിച്ച ഒരു പേപ്പറും ഈ അപേക്ഷയും കൂടെ ഒരു ദൂതന്റെ കൊടുത്തിട്ട് തടവിലേക്ക് വരുന്നു. സ്വത്രം പറയാമോ? ആ സ്വർഗത്തിൽ നമുക്ക് പകരത്തിന്, എനിക്ക് പകരത്തിന് ദൈവത്തിന്റെ ദൂതനെ ഇറക്കുന്നെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? എത്രമാത്രം വലിയ കാര്യം! നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യമല്ല. നമ്മുടെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ അവർക്ക് പകരം എന്നെ വിട്ടാൽ, എന്നെ ഒരിടത്ത് വിടുക. നമ്മുടെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ അവർക്ക് പറയുക, എനിക്കിപ്പോ ഇന്ന് വരാൻ സാധ്യത കുറവാ, പറ്റുന്നില്ല, അതുകൊണ്ട് ഇന്ന് ജോൺസൺ എന്ന് പറയുന്ന ആളെ അങ്ങോട്ട് അയക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തേക്ക് അയച്ചാൽ അത്രമാത്രം പദവി ഉണ്ടെങ്കിൽ ഒരു ദൂതനെ എനിക്ക് പകരത്തിന് എന്റെ ദൈവം ഒരു ദൂതനെ അയക്കുന്നു. തടയാൻ ഒരു ശക്തിക്ക് സാധിക്കത്തില്ല. സാമ്പത്തികത്തെ തടഞ്ഞ പിശാചേ, പ്രാർത്ഥനയെ തടഞ്ഞ പിശാചേ, ഇല്ലാതാക്കാൻ നോക്കിയ പിശാചേ, എന്റെ പ്രസംഗത്തെ ഇല്ലാതാക്കാൻ നോക്കിയ പിശാചേ, ഇല്ല, അതിനൊക്കെ മറുപടിയായി എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഒരു ദൂതനെ ഇന്ന് ദൈവം അയക്കുന്നു. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? അത് സംഭവിക്കാൻ പോവുക. ഇന്ന് തന്നെ നടക്കുന്നു. നമ്മളത് കാണാൻ പോവുക. ദൈവപ്പുറത്ത് വെളിപ്പെടും. ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കും. അങ്ങനെ ആ തീർപ്പ് കൽപ്പിച്ച പേപ്പറും ആ മെമ്മോറാണ്ടമായിട്ട്
ദൂതൻ വരിക. ദൂതൻ എവിടോട്ട് വരുന്നു? ദൂതൻ വരുന്നത് തടവിൽ കിടക്കുന്ന പത്രോസിനടുത്തേക്കാണ്. ശരിക്കും നമ്മൾ ചിന്തിക്കുന്ന രീതിയിലാണെങ്കിൽ ദൂതൻ വരേണ്ടത് ഈ പ്രാർത്ഥിക്കുന്നിടത്ത് വന്നിട്ട് ദൂതൻ പറയണം, ദൈവമക്കളെ നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തി, അവിടുന്ന് ഒരു മറുപടിയായിട്ട് യേശു പറഞ്ഞിട്ട് ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞ് ഈ പ്രാർത്ഥന ഗ്രൂപ്പിന്റെ അവിടെ വന്ന് പറഞ്ഞിട്ട് വേണം ഈ തടവിലേക്ക് പോകാൻ. അങ്ങനാണ് നടക്കേണ്ടത്. പക്ഷെ അവിടെ ഒന്നും നടന്നില്ല. ഞാൻ ഇതിനകത്തൊരു ചിന്ത പറയും, ദൂത് പറയാം, ഒരു മനസ്സിന് ഉറപ്പിക്കാൻ പറയാം. ഇന്നലെ വരെ നമ്മൾ പ്രാർത്ഥിച്ച പലരും ഒരു മെസ്സേജ് പോലും അയക്കാതെ മാറിപ്പോയെങ്കിൽ സ്വത്രം ഭയപ്പെട്ടു പോകരുത്. അവരെ പല സ്ഥലങ്ങളിൽ ഒരുപക്ഷെ പ്രാർത്ഥിച്ചു വാതിൽ തുറന്ന് അവർ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുകയും ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നേറുകയും ചെയ്യുമ്പോൾ ഇന്നതൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞ് നമ്മൾ മാറിപ്പോയിട്ട് ഇതുവരെ നമ്മളെ ഒന്ന് നോക്കുവാനോ സംസാരിക്കുവാനോ ഒന്ന് വിളിച്ചു ചോദിക്കാൻ പോലും മനസ്സില്ലാത്ത വ്യക്തികളുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഭാരപ്പെടേണ്ട. ദൈവത്തിന്റെ ദൂതൻ വന്നത് പ്രാർത്ഥിക്കുന്നിടത്തല്ല, തടവിൽ കിടക്കുന്ന സ്ഥലത്തേക്ക്. ഇന്നൊരു ദൂത് ഞാൻ വിളിച്ചു പറയാം. നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലം ഒരു പക്ഷെ തടവല്ല, പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ നിന്റെ വിഷയം തടവിലായി കിടക്കുന്നത് എവിടെയാ? അവിടെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങാൻ പോവുക. വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ സ്ഥലത്തിന്റെ മേൽ, നിന്റെ അവകാശങ്ങളുടെ മേൽ ഇന്ന് തടയപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങുക. അവിടെ ഇറങ്ങുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ചില വാതിലുകൾ തുറക്കാൻ പോവുക. വിശ്വാസത്തെ പ്രഖ്യാപിക്കാമോ? നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ ഒന്നും നമ്മൾ കാണുന്നില്ല. നമ്മളിപ്പോ ഇരിക്കുമ്പോൾ ഒന്നും നമ്മൾ അക്ഷരാർത്ഥത്തിൽ കാണുന്നില്ല. പക്ഷെ ദൈവാത്മ പറയുക, ഇതാ ദൈവത്തിന്റെ ദൂതൻ അവിടെ ചെന്നിട്ട് പറയുന്നു, ഇതാ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന കേട്ട് എന്നെ ദൈവം അയച്ചിരിക്കുക. നിങ്ങൾക്ക് പകരത്തിന് എത്ര പേർക്ക് വിശ്വാസം? ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഞാൻ വിശ്വസിക്കുന്നു അത് സംഭവിക്കും. ദൈവം പ്രവർത്തിക്കാൻ നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കുക. അങ്ങനെ ദൂതൻ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് പോയില്ല, പത്രോസ് കിടക്കുന്ന ജയിലിലേക്ക് വരിക. അതാണ്ട് ശ്രദ്ധിച്ചു വായിക്കണേ. ഇവിടെ ഒന്ന് രണ്ട് കാര്യം കൂടെ ശ്രദ്ധിക്കാം. അങ്ങനെ പത്രോസ് കിടക്കുന്ന ജയിലിലേക്ക് വന്ന് പത്രോസ് എന്ത് ചെയ്തോണ്ടിരിക്കുക? ഇവിടെ വായിക്കുന്ന എന്ത് ചെയ്തോണ്ടിരിക്കുക? പത്രോസ് ഉറങ്ങുന്നു അല്ലെ? അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചേ. 6-ാം വാക്യം 13:6. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. പത്രോസ് എന്താ ചെയ്തോണ്ടിരിക്കുക? ഉറങ്ങുക. ശ്രദ്ധിച്ചു നോക്കിയേ, പത്രോസ് ഉറങ്ങുക. ഇനി ഞാൻ ഇതിനകത്ത് എന്റെ ഒരു ചിന്ത പറയാം. ഉറങ്ങുന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ചിന്തിക്കണം. ഉറങ്ങുന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്ന കുറവായിരിക്കും അല്ലെ? പ്രാർത്ഥിക്കുമോ? ഇവിടെ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമോ? പത്രോസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഉറങ്ങുക. ഉറങ്ങുന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ എന്റെ ചിന്ത, ഉറങ്ങുന്നവനെ ഉണർത്തുന്നതാ പ്രാർത്ഥന. വിശ്വസിക്കാൻ പറ്റുമോ? സ്വത്രം. നമ്മുടെ അവകാശങ്ങളെ തടഞ്ഞു വെച്ച് കുതന്ത്രം ഒരുക്കിക്കൊണ്ട് നിൽക്കുന്നവരെ തട്ടി ഉണർത്തുന്ന ഒരു പ്രാർത്ഥനയുടെ ശക്തി. ഉറങ്ങുന്നവനെ ഉണർത്തുന്നതാ പ്രാർത്ഥന. അതെന്താ ഉറങ്ങുന്നവനെ ഉണർത്തുന്നത്? നമുക്കറിയാം, ഉറക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഞാൻ ചില സമയത്ത് വീട്ടിലിരിക്കുമ്പോൾ ചില വീട്ടുകാരനെ വിളിക്കും. വിളിച്ചിട്ടൊരു ഭാഷയെ ഓടി വരണേ, എന്റെ വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ അങ്ങനെ ചെല്ലുമ്പോ അവര് പറയാറുണ്ട്, പതുക്കെ പ്രാർത്ഥിക്കാവൂ, ഇപ്പൊ മകനെ അങ്ങോട്ട് ഉറക്കിയതേ ഉള്ളൂ, കുഞ്ഞിനെ അങ്ങോട്ട് ഉറക്കിയതേ ഉള്ളൂ. എന്തിനു വേണ്ടിയാ? പ്രാർത്ഥിക്കാൻ വേണ്ടി കുഞ്ഞിനെ ഉറക്കി. ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പൊ പ്രാർത്ഥിക്കാൻ വേണ്ടി കുഞ്ഞിനെ ഉറക്കുമ്പോൾ ആ കുഞ്ഞ് ആ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോഴും ആ വീടിന്റെ ഓണറല്ലേ? ആ വീടിന്റെ ഓണറായി കുഞ്ഞുറങ്ങുന്നത്. അപ്പം ഓണറാണെങ്കിലും വീരനാണെങ്കിലും വീരപ്പനാണെങ്കിലും ഉറങ്ങിയാൽ ഒരു പ്രയോജനമില്ല. കണ്ടോ? അപ്പൊ ഉറങ്ങുന്നവനെ തട്ടി ഉണർത്തുന്ന പ്രാർത്ഥന. ശ്രദ്ധിച്ചു നോക്കിക്കേ. അതുകൊണ്ടാണ് ഉറങ്ങുന്നവരെ മരിച്ചവരുടെ നിന്ന് ഉണരുവീൻ എന്നൊക്കെ ഒരുപാട് കാര്യം, ഉറങ്ങുന്നവനെ ഉണരുക എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ബൈബിൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ഉറക്കത്തെ കുറിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ പ്രസംഗിക്കാനുണ്ട്. ഞാൻ വിവരിക്കുന്നില്ല. അപ്പൊ ഉറങ്ങുന്നവന് ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്, പക്ഷെ മരിച്ചവന് ലക്ഷ്യസ്ഥാനമില്ല. ആരെങ്കിലും മോർച്ചറിയിൽ ഒരു ശവം കൊണ്ടുവച്ചിട്ട് മോർച്ചറിക്കകത്ത് അലാറം കൊണ്ടുവച്ചിട്ടുണ്ടോ? ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല. എന്ന് വെച്ചാൽ നാളെ രാവിലെ 5 മണിയാകുമ്പോൾ ഈ ശവം എഴുന്നേൽക്കും, അതുകൊണ്ട് അലാറം കൂടെ ഈ മോർച്ചറിലോട്ട് ഇരിക്കട്ടെ എന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഉറങ്ങുന്ന
നമുക്ക് 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കണം, അതുകൊണ്ട് അലാറം വെക്കും. അപ്പൊ ഉറങ്ങുന്നവന് പ്രതീക്ഷയുണ്ട്, അപ്പം മരിച്ചവന് പ്രതീക്ഷയില്ല, നഷ്ടപ്പെട്ടു. ഇവിടെ ആര് ഉറങ്ങുക? പത്രോസ് ഉറങ്ങുമ്പോ ശ്രദ്ധിച്ചു നോക്കി, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി കൂടെ ഉണ്ടെങ്കിൽ, ഞാനകത്ത് ദൂത് വിളിച്ച് പറയാം, ഈ ഗ്രൂപ്പിനകത്ത് ഒരാള് പ്രാർത്ഥിക്കുന്ന ഒരാള് നമുക്ക് സപ്പോർട്ടായിട്ടുണ്ടെങ്കിൽ, നമുക്ക് അനുകൂലമായി കരം കോർത്തു പിടിച്ച് ഒന്നിച്ച് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ, വീട്ടിനകത്ത് എത്ര പേരുണ്ടെന്നുള്ള യേശു ചോദിക്കുന്നത്, അതിനകത്ത് ഒരാള് പ്രാർത്ഥിക്കാൻ താല്പര്യത്തോടെ ഇന്ന് രാത്രിയിൽ എത്ര പേരെന്നെ കേൾക്കുന്നെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഓർക്കണം, ഇന്ന് ദിവസം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാം, ആരൊക്കെ ഉറങ്ങിയാലും, പെന്തിക്കോസ് സമൂഹം മുഴുവൻ ഉറങ്ങിയാലും എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം എന്നാ? ദാവീദ് എന്നെ ദൈവം ഏൽപ്പിച്ചതാ. വിശ്വസിക്കുന്നുണ്ടോ? നമുക്കറിയാം. അതിന് ഉദാഹരണം ഞാൻ പറയാം. യേശു ക്രിസ്തു ഗെത്സമനത്തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഗെത്സമനത്തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു നോക്കുമ്പോൾ ശിഷ്യന്മാരെല്ലാം കൂടെ സുഖമായിട്ട് ഉറങ്ങുമ്പോൾ യേശു പറയുന്നു, നിങ്ങൾക്ക് 1 മണിക്കൂറെങ്കിലും 1 നാഴികയെങ്കിലും ഒന്ന് ഉണർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് യേശു ക്രിസ്തു വീണ്ടും പോയി ഗെത്സമനത്തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന കണ്ടോ? ഞാൻ യേശുവിനോട് വെച്ച്, യേശുവേ, ഈ ശിഷ്യന്മാരെ കൂടെ ഒന്ന് ഉണർത്തി ആ ഗെത്സമനത്തോട്ടത്തിൽ യേശുവിന്റെ അടുത്തുകൊണ്ടിരുത്തി ഒന്ന് പ്രാർത്ഥിപ്പിക്കാൻ എന്താ? അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, കാരണം ഉണർന്ന് പ്രാർത്ഥിക്കുമല്ലോ. അപ്പോൾ യേശു എന്നോട് പറഞ്ഞ എന്താണെന്നറിയാമോ? ഇവരെ കൂടെ കൊണ്ടുപോയാൽ എന്റെ പ്രാർത്ഥനയോടെ മുടങ്ങും. കണ്ടോ? അതുകൊണ്ട് യേശുവിന് അറിയുന്നത് കൊണ്ടാണ് അവരെ അങ്ങ് ദൂരെ ഇരുത്തിയിട്ട് യേശു ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാം. കാരണം എന്താണെന്നറിയാമോ? യേശുവിനറിയാം, എല്ലാവരും ഉറങ്ങിയാലും എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഇന്നത്തെ രാത്രിയിലെ ദൂതായിട്ട് ഞാൻ വിളിച്ചു പറയുക, ആരൊക്കെ ഉറങ്ങിയാലും, ഈ ഗ്രൂപ്പിനകത്തോ പ്രസ്ഥാനത്തിനകത്തോ ആരൊക്കെ ഉറങ്ങിയാലും നിനക്കുറങ്ങാൻ വ്യവസ്ഥയില്ല. കാരണം നിന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വ്യവസ്ഥ, ഏൽപ്പിച്ചിരിക്കുന്ന അധികാരം അത് വലുതായതുകൊണ്ട് ഉണർന്ന് പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ബുദ്ധി ഉപദേശിപ്പിക്കുന്നു. മടുത്തു പോകാതെ ആത്മശക്തിയോടെ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം പ്രവർത്തിക്കും. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെ തട്ടി ഉണർത്തിയപ്പോൾ ഉറങ്ങുന്ന ഒരു പത്രോസിനെ തട്ടി ഉണർത്തി. ശ്രദ്ധിച്ചു നോക്കിക്ക്, തട്ടി ഉണർത്തി. അങ്ങനെ ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ടെന്ന, ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഉറങ്ങുന്നവനെ തട്ടി ഉണർത്തി. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഒരു ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ എന്ത് ചെയ്തു? വെളിച്ചം മിന്നി. ശ്രദ്ധിച്ചു നോക്കിയേ, വെളിച്ചം മിന്നിയെന്ന, വെളിച്ചം മിന്നി എന്നുള്ള ആ വാക്ക് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ട്രാൻസ്ഫോമർ ആണെന്ന്. എല്ലാവരും പത്രോസ് ട്രാൻസ്ഫോമർ അല്ലേ? ഒറ്റ പ്രസംഗത്തിന് 3000 എണ്ണമല്ലയോ? അപ്പൊ ട്രാൻസ്ഫോമറാ. അതുകൊണ്ട് സ്വർഗത്തിൽ നിന്നൊരു ദൂതം വന്നപ്പോൾ ഇത് രണ്ടുപേരും സ്പാർക്കിംഗ് ഉണ്ടായി. അതാ വെളിച്ചം മിന്നി. എന്റെ ഒരു ഭാവനയാണ് വെളിച്ചം മിന്നി. ശ്രദ്ധിച്ചു നോക്കിക്കേ, നിന്നെ വിടാതിരിക്കുന്ന, മുറുകെ പിടിച്ചു നിൽക്കുന്ന ഏത് ഇരുളിന്റെ ശക്തിയാണെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം നമുക്ക് വേണ്ടി ഉണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി ഉണ്ടെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, എത്ര ഇരുളടഞ്ഞ വഴിയാണെങ്കിലും, എത്ര ബന്ധിക്കപ്പെട്ട വഴിയാണെങ്കിലും അതിനകത്തൊരു വെളിച്ചം കാണിച്ച് മുമ്പോട്ട് പോകാൻ ഒരു ദൈവത്തിന്റെ ആത്മാ നമ്മോട് കൂടെ ഉണ്ട്. ഒരു ദൂതൻ ഇറങ്ങുമെന്ന് ഇന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അത് സംഭവിക്കാൻ പോവുക. തടയാൻ ഒരു ശക്തിക്ക് സാധിക്കത്തില്ല. വിശ്വാസത്തിൽ പ്രഖ്യാപിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, അത് സംഭവിക്കും. തടയാൻ ഒരു ശക്തിക്ക് സാധിക്കത്തില്ല. നിന്റെ പ്രസംഗത്തെ തടയാനോ, നിന്റെ പ്രാർത്ഥനയെ തടയാനോ, നിന്റെ സാമ്പത്തിക മേഖലകളെ ബ്ലോക്ക് ചെയ്യുവാൻ ഒരു ശക്തിക്ക് സാധിക്കത്തില്ല. യേശുവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ട് യേശു ക്രിസ്തു പറയുക, നീ ഭയപ്പെടേണ്ട, ഓർത്തു നിൽക്ക്, ദൈവപ്പുറത്ത് വെളിപ്പെടും. അതുകൊണ്ട് വിശ്വാസത്തിൽ ഓർത്തു നിൽക്ക്, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അങ്ങനെ തട്ടി ഉണർത്തി പറഞ്ഞ തന്നെ, നീ എന്റെ കൂടെ ഇറങ്ങി വരണം. അതൊക്കെ നമുക്കറിയുന്ന വാങ്ങൽ എങ്കിലും എന്റെ ചിന്തയിൽ വന്ന കാര്യങ്ങൾ പ്രസ്താവിക്കുന്നേ ഉള്ളൂ. നീ എന്റെ കൂടെ വരണം. അവിടെ വായിക്കുന്ന ഇങ്ങനെയാ, അവനെ ഡ്രസ്സ് ഇടിയിച്ചു. കണ്ടോ? അവനെ എല്ലാം ഇടിയിച്ച് പതുക്കെ, കണ്ട ഓർത്ത് നോക്കിക്ക്, എല്ലാം ധരിപ്പിച്ച്, വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് അവനെ പതുക്കെ മെല്ലെ അവൻ എവിടെ കൊണ്ടുവന്നു? അവിടെ വായിക്കുന്നു, 1-ാം കാവലും 2-ാം കാവലും 3-ാം കാവലും തനിയെ തുറന്നു. സ്തോത്രം പറയാമോ? 1-ാം വാതിലും 2-ാം വാതിലും 3-ാം വാതിലും അവിടെ എഴുതിയിരിക്കുന്ന പട്ടണത്തിലെത്തുന്ന ഇരുമ്പ് വാതിൽ അവർക്ക് സ്വതമേ തുറന്നു. ശ്രദ്ധിക്കാമോ? പട്ടണത്തിലെത്തുന്ന ഇരുമ്പ് വാതിൽ സ്വതമേ തുറന്നു എന്ന് പറഞ്ഞാൽ പട്ടണത്തിൽ എത്തിക്കുമെന്ന്. പത്രോസേ, ഇപ്പൊ നീ പട്ടണത്തിന്റെ അങ്ങ് ഉള്ളിൽ, ശ്രദ്ധിക്കണം, അങ്ങ് കാരാഗ്രഹത്തിനകത്ത് കിടക്കുകയല്ലേ, പട്ടണത്തിൽ എത്തിക്കത്തില്ലെന്ന് പിശാച് വെല്ലുവിളിച്ച് പറഞ്ഞില്ലേ? നിന്റെ പ്രാർത്ഥന ഗ്രൂപ്പിനെ പട്ടണത്തിൽ എത്തിക്കത്തില്ലെന്നും, നിന്റെ തലമുറയെ പട്ടണത്തിൽ എത്തിക്കത്തില്ലെന്നും, അവർക്ക് നല്ല ജോലി തരാൻ പറ്റത്തില്ലെന്നും, ജോലി തരത്തില്ലെന്നും പിശാച് വെല്ലുവിളിച്ചില്ലേ?
പക്ഷേ ഇവിടെ 1-ാം കാവലും 2-ാം കാവലും 3-ാം കാവലും തന്നെ തുറന്ന് പട്ടണത്തിലെത്തിച്ചെങ്കിൽ വിശ്വസിച്ച് പട്ടണം എന്ന് പറയുന്ന ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുന്ന ദിവസമായി ഒരു പ്രത്യേക സ്ഥലമായിട്ട് ദൈവം മാറ്റുന്നെങ്കിൽ ഇതിനകത്ത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി ചില വഴികളെ തുറന്ന് തലമുറകളെ പട്ടണത്തിൽ എത്തിക്കാൻ ഇതിന് പദ്ധതി ഉണ്ട്. അത് സംഭവിക്കും. തടയാൻ ഒരു ശക്തിക്ക് സാധിക്കത്തില്ല. വിശ്വാസത്താൽ പ്രഖ്യാപിച്ച് ഞാൻ വിശ്വസിക്കുന്നു. ചില പട്ടണത്തിലെ വാതില് സ്വതവേ തുറന്നു. 1, 2, 3 വാതിൽ സ്വതവേ തുറന്നു. ഇനി ഓർത്തുവയ്ക്ക്, അങ്ങനെയെങ്കിൽ 1, 2 പട്ടണത്തിലെ വലിയ വാതിൽ, പിന്നെ അതിലെ ചെറിയ വാതിൽ, പിന്നെ അതിലെ ചെറിയ വാതിൽ, അങ്ങനെ വാതിലൊക്കെ ഈ പത്രോസിനെ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ പത്രോസ് ഏതോ കുറ്റക്കാരാണെന്ന് പറഞ്ഞ് ജയിലിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ വാതിലൊക്കെ സ്വതവേ അടഞ്ഞതല്ല, ആരോ അടച്ചതാ. സ്തോത്രം പറയാമോ? സ്തോത്രം. സ്വതവേ അടഞ്ഞതല്ല, ആരോ അടച്ചതാണെങ്കിൽ ശ്രദ്ധിച്ചു നോക്കി ഓർക്കണം. അവിടുത്തെ കാവൽക്കാരും അവിടുത്തെ കാരാഗൃഹ പ്രമാണിയും അവിടുത്തെ പോലീസുകാരും അവിടുത്തെ പാറാവുകാരും ഒക്കെ ഓരോ വാതിൽ അടച്ചതാ. പത്രോസിനെ കൊണ്ടുപോകുമ്പോൾ ഒരു വാതിലടച്ചു, പത്രോസിനകത്ത് കയറ്റിയിട്ട് മറ്റു വാതിലടച്ചു, പത്രോസിനകത്ത് കയറ്റി 3-ാമത്തെ വാതിലടച്ചു. ഇത് സ്വതവേ അടഞ്ഞതല്ല, ആരോ അടച്ചതാണെങ്കിൽ പേടിച്ചു പോകരുത്. ദൈവമേ, എന്റെ മുമ്പിൽ ആരോ വാതിലടച്ചല്ലോ, എന്തായിത്തീരും, ഇത് തുറക്കാൻ എങ്ങനെയാ മാറുമെന്ന് വിചാരിച്ച് നീ ഭാരപ്പെടണ്ട. അവരറിയാതെ സ്വതവേ തുറക്കുന്ന ഒരു പദ്ധതി ദൈവം നടത്താൻ പോവുക. ഞാനത് വിശ്വസിക്കുന്നു. നമുക്കിന്ന് വലിയ വലിയ വീടുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴും ചെറിയ വീട്ടിൽ ചെന്നാൽ ഇപ്പൊ നമുക്ക് കാണാം എല്ലാം റിമോട്ട് സിസ്റ്റങ്ങളാ. വാതിൽ തുറക്കുന്നത്, വാഹനം അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ വാതിൽ തുറക്കുന്നു, അങ്ങനത്തെ സിസ്റ്റങ്ങളാ. അതുപോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഓർക്കണം, പത്രോസേ നീ നിന്നെ വിടുവിച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ സ്വതമേ വാതിൽ തുറക്കുന്നെങ്കിൽ വിശ്വാസത്താൽ പറ, നമ്മൾ കണ്ടിട്ടില്ല, കാണാത്തൊരു വഴി ഇന്ന് ദൈവം തുറക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ വിശ്വസിക്കുന്നു. അത് സംഭവിക്കാൻ പോകുക പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. 1, 2, 3 വാതിൽ സ്വതവേ തുറന്നെങ്കിൽ, ആരെങ്കിലും കൊട്ടിയടച്ച വാതില, ഇത് സ്വതവേ അടഞ്ഞതല്ല, ആരൊക്കെയോ കൊട്ടിയടച്ച വാതില്, എന്തൊക്കെ കുതന്ത്രങ്ങൾ ഒരുക്കിയോ, ഇല്ലാത്ത കാര്യം പറഞ്ഞോ കുതന്ത്രങ്ങൾ ഒരുക്കിയോ വാതിലൊക്കെ തുറന്നതാണെങ്കിലും ഇവിടെ പത്രോസേ നിനക്ക് വേണ്ടി വാതിൽ സ്വതവേ തുറക്കുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുക. നമുക്ക് വിശ്വാസമുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി എന്റെ ദൈവം വാതിൽ തുറക്കുന്നു, സ്വതവേ വാതിൽ തുറക്കുന്നു. അങ്ങനെ പത്രോസ് എവിടെ എത്തി? അവൻ പട്ടണത്തിലെത്തി. നോക്കി പട്ടണം കാണണമെങ്കിൽ ഇനി രക്ഷയിൽ ഇവനെ കൊല്ലാൻ പോവുക. 2 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവനെ കൊന്നുകളയും. അതുകൊണ്ട് തന്നെ പെസഹ ആയതുകൊണ്ട് തന്നെ ആ പെസഹ സമയത്ത് സൂക്ഷിച്ചു വെച്ചിട്ട് അടുത്ത ദിവസം തന്നെ കൊല്ലേണ്ടതിന് വേണ്ടി കുതന്ത്രം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഓർക്കണം, ഭയപ്പെട്ടു പോകരുത്. ദൈവത്തിന്റെ പ്രവൃത്തി അവരറിയാതെ ഒരു ദൂതനെ അയച്ച് വിടുവിക്കാൻ കഴിവുള്ള ഒരു ദൈവപ്രവൃത്തി ഇന്ന് ഇപ്പോൾ സംജാതമാകുന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു. ഇത് തന്നെ ഞാൻ വിശ്വാസം പ്രഖ്യാപിക്കുക. എനിക്ക് വേണ്ടി ഈ മാസം ചില വാതിൽ ദൈവം തുറക്കുക. ഞാനത് വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി ചില വാതിലുകൾ ദൈവം തുറക്കുക. അത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിപൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു വാതിൽ തുറക്കും. ഈ മാസം തന്നെ കാണാൻ പോകുക. വിശ്വാസത്താൽ പറ അച്ചായ, വിശ്വാസത്താൽ പറ സഹോദരി, വിശ്വാസത്താൽ പറ സഹോദര, വിശ്വാസത്താൽ പറ എനിക്ക് വേണ്ടി ഇന്ന് ഈ മാസം തന്നെ ഇപ്പോൾ തന്നെ യേശുവിന്റെ ദൂതൻ ഇറങ്ങി വരുന്നു. എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ശ്രദ്ധിച്ചു നോക്കിക്കേ. അങ്ങനെ പത്രോസ് പട്ടണത്തിലെത്തി. അതിന്റെ 11-ാം വാക്യം ഒന്ന് വായിച്ചേ. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ചു, ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്നവൻ പറഞ്ഞു. അറിയത്തക്ക രീതിയിൽ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ പോകും. ഇത് വാസ്തവമായിരുന്നു, ഇത് സംഭവമാണോ, ഇത് സ്വപ്നമാണോ എന്ന് അറിഞ്ഞില്ല. ഇവിടെ പറയാം, വാസ്തവമായിട്ട് അറിയാം. എന്താ? യഹൂദന്മാരുടെ ഹെരോദാവിന്റെയും പ്രതീക്ഷയിൽ നിന്ന് വിശ്വസിച്ച് സ്തോത്രം പറയാമോ? ചിലരുടെ പ്രതീക്ഷയിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കുന്നു. വിശ്വസിക്കാൻ പറ്റുമോ? അതുകൊണ്ട് വിശ്വാസത്താൽ ദൈവമേ എനിക്ക് വേണ്ടി ദൈവം ഇന്ന് ഈ രാത്രിയിൽ ഒരു ദൈവപ്പെട്ട് വെളിപ്പെടുത്തുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അതുകൊണ്ട് വിശ്വാസത്താൽ പറയാം, ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ സകലരുടെ പ്രതീക്ഷയിൽ നിന്ന്, ഹെരോദാവിന്റെയും
യഹൂദന്മാരുടെയും ആമേൻ. പ്രതീക്ഷയിൽ നിന്ന് എന്റെ ദൈവം എന്നെ വിടുവിച്ചുവെന്ന് ആമേൻ. വാസ്തവമായിട്ട് അറിയാൻ പോവുക. വാസ്തവമായി ഞാൻ അറിയുന്നു. വിശ്വസിക്കാൻ പറ്റുമോ? ആമേൻ. നമ്മുടെ കൈ ഹല്ലേലൂയ. നമുക്കുണ്ട്, നമ്മുടെ കാല് നമുക്കുണ്ട്, നമ്മുടെ കണ്ണ് നമുക്കുണ്ട്. ഇതൊക്കെ വാസ്തവമായിട്ട് നമ്മൾ അറിയുന്നത് ഇതൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണല്ലോ, ആമേൻ. അവയവങ്ങളോട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണല്ലോ ഇത് ഹല്ലേലൂയ. അറിയുന്നത്. എന്തെങ്കിലും ഈ അക്കരബ അവയവങ്ങളൊക്കെ ശങ്കരബ. ഉണ്ടെന്ന് അങ്ങനെയെങ്കിൽ ഓർക്കനെ വാസ്തവമായിട്ട് അറിയുന്ന, ഇതുപോലെ അറിയിക്കുന്ന നിന്നിൽ ദൈവപ്രവൃത്തി ഉണ്ട്. യേശു നിന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, ഒരു വാതിൽ തുറക്കുന്നു എന്ന് വാസ്തവമായിട്ട് അറിയാൻ പോവുക. അത് ആരറിയുമെന്ന് അറിയാമോ? ശത്രുവിന്റെ മധ്യത്തിൽ മേശയൊരുക്കുന്ന ദൈവം പറയുക. വാസ്തവമായിട്ട് അറിയാം. ചില പ്രതീക്ഷയിൽ നിന്ന് വിശ്വാസത്താൽ പറയാമോ? ചിലരുടെ പ്രതീക്ഷ എന്താണെന്നറിയാമോ? നമ്മളെ ഇല്ലാതാക്കാൻ, വിശ്വാസത്തിൽ നിലനിർത്താതിരിക്കാൻ, നമ്മുടെ പ്രസംഗങ്ങൾ ശരിയല്ലെന്നും നമ്മുടെ ആത്മാവ് ശരിയല്ലെന്നും ഒക്കെ പറഞ്ഞ്, ദുരുദ്ദേശമാണെന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ നമ്മളെ നിരുത്സാഹിപ്പിക്കുമ്പോൾ വിശ്വാസത്താൽ പറയാം, എന്റെ മേലുള്ള അഭിഷേകത്തിന് ശക്തി, ആ ശക്തിയാൽ യേശുവെ എനിക്ക് വേണ്ടി ഇതൊരത്ഭുതം അങ്ങ് ചെയ്യുന്നു, ഞാനത് വിശ്വസിക്കുന്നു. അതുകൊണ്ട് വിശ്വാസത്താൽ പറയാം, എന്റെ പ്രതീക്ഷയിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചുവെന്ന് വാസ്തവമായിട്ട് അറിയുന്നു. വിശ്വാസത്താൽ പറയാം, വാസ്തവമായിട്ട് ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടോ? ഉണ്ട്. വാസ്തവമായിട്ട് ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട്. ചില സഹോദരിമാരുടെ മുമ്പിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? ചില സഹോദരങ്ങളുടെ മുമ്പിൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് വിശ്വസിക്കുന്നില്ലേ? ആ വിശ്വാസത്തിന്റെ ശക്തി വെളിപ്പെടാൻ പോകും. വിശ്വാസത്തിൽ പറയാം, എനിക്ക് വേണ്ടി എന്റെ ദൈവം പ്രവർത്തിക്കും. വാസ്തവമായിട്ട് അറിയുന്നു, എനിക്ക് വേണ്ടി എന്റെ യേശു പ്രവർത്തിക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിക്കേ, വാസ്തവമായിട്ടൊരു അറിവ്. ഈ ചില വിഷയങ്ങൾക്ക് വാസ്തവമായിട്ടൊരു അറിവ് ദൈവം തരാൻ പോകും. ഞാൻ ആരാണ്? ദൈവത്തെ വിളിക്കുന്ന വ്യക്തിയാണോ? ഞാൻ വെറുതെ ഇറങ്ങിയതാണോ? എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാണോ? എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി ഇറങ്ങിയതാണോ? എന്തെങ്കിലും ആരുടെയെങ്കിലും സമ്പത്തിന് വേണ്ടി ഇറങ്ങിയതാണോ? ആരെങ്കിലും സമ്പത്ത് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണോ? എന്നൊക്കെയുള്ള ധാരണകൾ മാറ്റിക്കൊണ്ട് വാസ്തവമായി എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നെന്ന് ഞാൻ ഇന്ന് പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. വാസ്തവമായിട്ട് ചില അറിവ് ദൈവം തരാൻ പോകും. വിശ്വസിക്കുന്ന വാസ്തവമായിട്ട് അറിയുന്നു. അതുകൊണ്ട് മനസ്സ് മടുത്തു പോകരുത്. ദൈവം മനസ്സ് മടുത്തു പോകരുത്. ചായ മനസ്സ് മടുത്തു പോകരുത്. ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടോ? മാത്യു ചായ ദൈവം പറയുക, ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് കാര്യം നടക്കുന്നില്ല എന്ന് പറയുന്ന ദൈവദാസനെ, ദൈവത്തിന്റെ പൈതല്, ദൈവൽപ്പാർ വാസ്തവമായിട്ട് ചില ഉറപ്പുകൾ സഹിതം ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വാസത്തെ തകർന്നു പോകരുത്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. യാക്കോബ്, ഞാനൊരു ദൂത് പറയാം, യാക്കോബിന് ഒരിക്കൽ ഇങ്ങനെ ദൈവം അഭിസംബോധന ചെയ്തു. എങ്ങനെയാണെന്ന് അറിയാമോ? മാത്യു ചായനോടുള്ള ആ ദൈവദാസനോടുള്ള ബന്ധത്തിലായി ദൂത് പറയുന്നത്. ദൈവം ഒരിക്കൽ യാക്കോബിനെ വിളിച്ചതാ, പുഴുവ യാക്കോബേ ഇസ്രായേൽ പരിശേ എന്ന് പറഞ്ഞാൽ നീ ഒരു പുഴുവാണ്, ഞാൻ നിന്നെ മൂർച്ചയേറിയതും പല്ലുള്ളതുമായ ഒരു മെതിവണ്ടിയാക്കി മാറ്റും. സ്വോത്രം പറഞ്ഞേ, സ്വോത്രം. ഒരു മെതിവണ്ടിയാക്കി മാറ്റും. ശ്രദ്ധിച്ചു നോക്കിയേ, ഇവിടെ പുഴുവിനെ കണ്ടോ? ഒരു പുഴു. യാക്കോബ് പറയും, ഞാൻ പുഴുവാണ്, പുഴുവാണ്. എന്നിട്ട് ദൈവം പറയുക, നീ പുഴുവല്ല, ഞാനൊരു ഒരു മെതിവണ്ടിയാക്കി മാറ്റാം എന്ന് പറഞ്ഞാൽ ഒരു പുഴുവിനെ JCB ആക്കി മാറ്റും. ഒരു പുഴുവിനെ JCB ആക്കി മാറ്റുക. ഒരു പുഴുവിനെ JCB ആക്കി മാറ്റാൻ ആർക്ക് പറ്റും? ശ്രദ്ധിച്ചു നോക്കിക്കേ, JCB കണ്ടോ പുഴുവോട് നിൽക്കുന്നു. നമുക്കറിയാം, ഏതെങ്കിലും ഒരു വൃക്ഷം അല്ലെങ്കിൽ ഒരു തെങ്ങ് മറിച്ചിടേണ്ടതിന് വേണ്ടി നമ്മൾ JCB വിളിക്കുന്നിരിക്കട്ടെ. അങ്ങനെ JCB വന്ന് ഒരു തെങ്ങ് മറിച്ചിടാൻ മണിക്കൂറുകൾ വേണ്ട. പക്ഷെ ഒരു തെങ്ങ് കുത്തി ഉണക്കിക്കളയാൻ ഒരു പുഴുവിന് മാസങ്ങൾ വേണ്ടി വരും. ശ്രദ്ധിച്ചു നോക്കിക്കേ. പക്ഷെ JCB ഇങ്ങോട്ട് വന്ന് നമ്മൾ തിരിഞ്ഞു മാറുമ്പോഴത്തേന് തെങ്ങ് വീണിരിക്കും. ഇതുപോലെ യാക്കോബേ, നീ ഒരു പുഴുവല്ല, നിന്നെ ഒരു JCB ആക്കി മാറ്റാൻ പോവാ. വിശ്വാസത്താൽ പറ. ഇനി ഓർത്ത് നോക്കിക്കേ, JCB എന്ന് പറയാം. ഹിറ്റാച്ചി കണ്ടോ? ആ ഹിറ്റാച്ചി സാധാരണ നിലത്തിൽ ഓടത്തില്ല. എന്താ സാധാരണ നിലത്തിൽ ഓടിയാൽ എന്നാ കുഴപ്പം? ആ റോഡെല്ലാം കുളമാകും. അതുകൊണ്ട് ഇതിന്റെ പ്രത്യേകം വാഹനം കയറ്റി കൊണ്ടുപോവുക. ജോൺസൺ പാഷേ, സമയമുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഇന്നടത്തൊരു മീറ്റിംഗ് കൊണ്ട് പോവുക. ശ്രദ്ധിച്ചു നോക്കിയേ, പുഴുവാണേ എന്നും പറഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ പുഴുവായി പോകുള്ളൂ. പക്ഷെ പറയണില്ല, ഞാൻ വാസ്തവമായിട്ട് അറിയുന്നു, ദൈവം എന്നെ ഒരു JCB ആക്കി മാറ്റിയിരിക്കുന്നു. ഇനി ഓർത്ത് നോക്കിക്ക്, ആ JCB ആയാൽ അതിന്റെ അർത്ഥം എവിടെ കാടുണ്ട്, എവിടെ മലകളുണ്ട്, അതിനൊക്കെ എവിടെ പാറക്കെട്ടുകളുണ്ട്, അതിനെയൊക്കെ ഇടിച്ചു നിരത്തി
മൈതാനമാക്കുന്ന ജോലിയായി JCB ജോലി. സ്വോത്രം പറഞ്ഞേ. ഒരു മലയുടെ മുകളിൽ ഒരു പുഴു കയറണമെങ്കിൽ എത്ര മാസം വേണം? പക്ഷെ മലകൾ ഇവിടെ ഉണ്ട്, പാറക്കെട്ട് ഇവിടെ ഉണ്ട്, ഇവിടൊക്കെ വലിയ ഭീമമായ പാറക്കെട്ടുണ്ട്. അതിനെയൊക്കെ ഇടിച്ചു നിരത്തി ഒരു മൈതാനമാക്കുന്ന ജോലിയാ JCBയുടെ. അതുകൊണ്ട് ദൈവം ദൂത് വിളിച്ചു പറയുക, നീ ചെറിയ വ്യക്തിയല്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചെറിയവരല്ല. നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകത്തിന് ശക്തിയുണ്ട്. ആ അഭിഷേകത്തിന് ശക്തിയോടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അതുകൊണ്ട് യാക്കോബേ, നീ ഒരു പുഴുവല്ല. നിന്നെ പ്രതീക്ഷയിൽ നിന്ന് നീ ഒരു പുഴുവാണെന്നുള്ള ചിന്തയും ആ പ്രതീക്ഷയിൽ നിന്ന് മാറ്റി നിന്നെ ഒരു വലിയ പ്രതിവണ്ടിയാക്കി മാറ്റി ദൈവശക്തിയുള്ള ഒരു വ്യക്തിയാക്കി മാറ്റാൻ ദൈവത്തിന് ഈ ദിവസങ്ങളിൽ ആലോചനയുണ്ട്, ദൈവത്തിന് ഇഷ്ടമുണ്ട്, ദൈവത്തിന് ഹിതമുണ്ട്. അപ്രകാരം നമുക്കായി മാറിയ ഒരു പ്രായയുടെ വിഷയമല്ല. പ്രായം പക്ഷെ കാലമൊക്കെ ഓർത്തു വയ്ക്ക്. എത്ര വയസ്സായി? 80 വയസ്സായിട്ടും 85 വയസ്സായിട്ടും അവൻ പറയുക, ഞാനൊന്നും എനിക്ക് ഭയമില്ല, ഞാൻ പഴയതുപോലെ തന്നെ ഞാൻ ശക്തിയുള്ളവനാ. അതുകൊണ്ട് വിശ്വാസത്താൽ ചിലരുടെ പ്രതീക്ഷയിൽ നിന്ന് ദൈവം എന്നെ രക്ഷിക്കുന്നു. വിശ്വാസത്താൽ ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ ഹെരോദാവിന്റെയും യഹൂദന്മാരുടെയും ചില പ്രതീക്ഷയിൽ നിന്ന് അവനെ രക്ഷിച്ചു എന്ന് പറയുന്നത് എന്തായിരുന്നു അറിയാമോ? അവൻ പട്ടണം കാണത്തില്ല, വലിയ രാജ്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങൾ കാണത്തില്ല എന്ന് കെട്ടി നോക്കിയെങ്കിൽ ഇല്ല. അവരുടെ പ്രതീക്ഷയിൽ നിന്ന് ദൈവം നിന്നെ മാറ്റിക്കൊണ്ട് ദൈവപ്പത്ത് വെളിപ്പെടും. ഇന്ന് എത്ര പേര് വിശ്വസിച്ചോ അത് സംഭവിക്കാൻ പോവുക. ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ദൂത് വിളിച്ചു പറയും, ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ അമേരിക്കയിൽ നമ്മുടെ ബന്ധക്കാരുണ്ടെങ്കിൽ, യൂറോപ്പിൽ നമ്മുടെ ബന്ധക്കാരുണ്ടെങ്കിൽ, UK നമ്മുടെ ബന്ധക്കാരുണ്ടെങ്കിൽ, ഇന്ത്യയിൽ നമ്മുടെ ബന്ധക്കാരുണ്ടെങ്കിൽ, കേരളത്തിന്റെ വെളിയിലുള്ള സ്റ്റേറ്റുകളിൽ നമ്മുടെ സ്വന്തക്കാർ ചാർച്ചക്കാർ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം അവിടെയാണെങ്കിൽ അവിടെ ഇന്ന് ഇപ്പോൾ ദൈവത്തിന്റെ ദൂതനിറങ്ങും. എനിക്ക് പകരത്തിന് ദൈവത്തിന്റെ ദൂതനിറങ്ങും. ഒരു ദൂതോട് ചേർത്ത് വെച്ച് പറയാൻ പോവുക. ചില ഭയോടറ്റകടമേൽ ദൈവത്തിന്റെ പുറത്ത് വെളിപ്പെടാൻ പോവുക. ചില ദൂതനിറങ്ങി അതിനെ നീക്കുവാൻ പോവുക. വിശ്വസിച്ച് ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടും. പറയാൻ ഒരു ശക്തിക്കും സാധിക്കത്തില്ല. ചില പ്രതീക്ഷയിൽ തന്നെ വിടുവിച്ചില്ലേ? വിടുവിച്ചുകൊണ്ട് കൊണ്ടുവന്നു സ്വത്രം പ്രതിച്ച് വായിക്കേ. അങ്ങനെ വിടുവില്ല. അങ്ങനെ വന്നപ്പോ അവിടെ വായിക്കുന്ന പ്രാർത്ഥന ഗ്രൂപ്പിനെ ഓർത്തെന്ന. ഇനി ഞാൻ പ്രാർത്ഥന ഗ്രൂപ്പിനെ ഒന്ന് വഴക്ക് പറഞ്ഞിട്ട് എന്റെ പ്രസംഗം ക്ലോസ് ചെയ്യുക കേട്ടോ. പ്രാർത്ഥന ഗ്രൂപ്പിനെ ഓർത്തുന്ന. അങ്ങനെ പത്രോസ് പതുക്കെ മെല്ലെ നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ ചെല്ലുന്നു കേട്ടോ. അവിടെ അങ്ങനെ വായിക്കുന്നത്. വീട്ടിൽ ചെന്ന് അവൻ വാതിൽ മുട്ടി. പത്രോസ് വാതിൽ മുട്ടിയപ്പോൾ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയാ ഓടി വന്ന് വാതിൽ തുറന്നില്ല. എന്നിട്ട് ചോദിച്ചു, ആരാ? അപ്പോൾ പത്രോസ് പറയുക, ഞാനാണ്, നിങ്ങളുടെ പത്രോസ് മാഷാണ്, വാതിൽ തുറക്കെ. ഇത് കേട്ടിട്ട് ആ കൊച്ചു പെൺകാടങ്ങളെ എഴുതിയിരിക്കുന്നത്. ആ കൊച്ചു പെൺകുട്ടി ഓടിച്ചെന്ന് പ്രാർത്ഥിക്കുന്നവരോട് പറയുക, നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിൽ ദൈവം കേട്ടു. നമ്മുടെ പത്രോസ് ഭാഷ വിടുവിച്ചോണ്ട്, നമ്മുടെ സ്വർഗത്തിലെ ദൂതൻ അവരെ ദൈവം വിടുവിച്ചോണ്ട് നമ്മുടെ വാതിലിന്റെ വെളിയിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വാതിൽ തുറക്കാൻ പറഞ്ഞപ്പോൾ ആ പ്രാർത്ഥിക്കുന്നവർ പറഞ്ഞു എന്നാന്നറിയാവോ? പ്രാർത്ഥിക്കുന്നവർ പറഞ്ഞു തന്നെ, നിനക്ക് ഭ്രാന്തുണ്ടോ? സ്വോത്രം ശ്രദ്ധിച്ചു നോക്കിയേ. നിനക്ക് ഭ്രാന്താണ്. ഞാൻ ഇതിനകത്തൊരു ചിന്ത ദൂത് പറയാം. നമ്മളെ ഭ്രാന്തന്മാരാക്കുന്ന ആരാന്നറിയാവോ? നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുന്നവരാ. സ്വോത്രം പറയാം. നമ്മളെ ഭ്രാന്തന്മാരാക്കുന്നത് നമ്മുടെ കൂടെ ആരാധിക്കുന്നവരാ. അല്ലാതെ അപ്പുറത്തെ വ്യക്തികൾ വന്നിട്ടല്ല. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ പറയുക, നിനക്ക് ഭ്രാന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയാം ഭ്രാന്ത. എന്നിട്ട് ഈ കൊച്ചു പെൺകുട്ടി പറയാം, അല്ല, വാസ്തവമായിട്ടുള്ളതാ. എന്നിട്ട് അടുത്ത പറഞ്ഞ എന്താ അറിയാവോ? ഇനി അവന്റെ ആത്മാവായിരിക്കും എന്ന് പറയാൻ മരിച്ചുപോയി, പത്രോസിനെ കൊന്നു കളഞ്ഞു, ഇനി രക്ഷയില്ല, പ്രാർത്ഥിക്കാം. പിന്നെന്തിനാ ഇവര് പ്രാർത്ഥിക്കുന്നത്? അതാണ് എന്റെ ചോദ്യം. പത്രോസിന് വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ എന്താ ഇവർ പ്രാർത്ഥിക്കുന്നത്? അപ്പൊ എന്റെ ഒരു ചിന്ത എന്താണെന്നറിയാമോ? പത്രോസ് പാസ്റ്ററെ പോലീസ് പിടിച്ചാൽ പിന്നെ ആരെ പോലീസ് പിടിക്കും? വിശ്വാസികളെ പോലീസ് പിടിക്കുകയല്ലേ. അതുകൊണ്ട് എന്റെ ഒരു ചിന്ത, ദൈവമേ പോലീസ് ഇങ്ങോട്ട് വരല്ലേ, ഞങ്ങളുടെ പത്രോസിനെ കൊല്ലരുത്, പോലീസ് ഇങ്ങോട്ട് വരില്ലേ. കാരണം പേടിച്ച് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യേണ്ടതിന് വേണ്ടി മറ്റൊരുത്തന്റെ വിഷയത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ മനസ്സില്ലാക്കുന്ന ഒരു കാലത്തിലേക്ക് ഈ കാലം വന്നിരിക്കുക. അതുകൊണ്ട് തന്നെ പറഞ്ഞ് കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. മനുഷ്യൻ സ്വസ്നേഹികളായിത്തീരും. സ്വന്തം കാര്യം നോക്കുന്ന രീതി
എല്ലാവരും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് മറ്റൊരുത്തരെ രക്ഷപ്പെടുത്താൻ ആർക്കെങ്കിലും ദിവസങ്ങളിൽ ആഗ്രഹമുണ്ടോ? മറ്റൊരുത്തന് അവൻ കഞ്ചാവിനടിമയായി, അവൻ വെള്ളത്തിനടിമയായി, അവൻ ലോകത്തിലെ പാപങ്ങൾക്ക് അടിമയായി ഇഷ്ടം പോലെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരെ നേടിയെടുക്കാൻ, അവനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ആർക്കെങ്കിലും ആത്മനിയോഗം ഇന്നുണ്ടെങ്കിൽ വിശ്വാസത്താൽ പറ, അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുന്നത് വരെ, ദൈവം ഇടപെടുന്നത് വരെ, ദൈവനോട് സംസാരിക്കുന്നത് വരെ ഞാൻ പ്രാർത്ഥിക്കും. എന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ ദൈവം കേൾക്കും. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഇന്ന് പകൽ വിശ്വാസത്താൽ പറയാമോ? ഞാൻ വിശ്വസിക്കുന്നു ദൈവപ്പെട്ട് വെളിപ്പെടാൻ പോവുക. അപ്പോൾ കൂടെ പ്രാർത്ഥിക്കുന്നവരൊക്കെ ആ പെൺകുഞ്ഞിനെ പെൺകുഞ്ഞിനെ അതും പറഞ്ഞ് അവളെ നിരുത്സാഹിപ്പിച്ച് വിഷമിപ്പിക്കുമ്പോഴും അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇല്ല, പ്രാർത്ഥനയ്ക്ക് മറുപടി അവിടെ കതകിന്റെ വെളിയിൽ നിൽക്കുന്നുണ്ട്, ഒന്ന് തുറന്നെടുക്കാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഓർക്കണം, ഇന്ന് ആ കഥ തുറക്കാൻ ധൈര്യം, ഞാനതിനകത്തൊരു ചിന്ത പറയാം. ഓർക്കണം, ഇപ്പൊ തന്നെ പ്രാർത്ഥനയ്ക്ക് മറുപടി 2 ഇഞ്ച് കനമുള്ള കതകിന് വെളിയിൽ നിൽക്കുമ്പോൾ ഈ കതകിന്റെ അകത്ത് അതും പറഞ്ഞ വഴക്കാം ഉണ്ടോ? പല പ്രാർത്ഥന ഗ്രൂപ്പിൽ, പല സഭയ്ക്കകത്തും, പല വീടിനകത്തും ഇതുപോലെ പ്രശ്നങ്ങൾ നടക്കുകയല്ലേ? തമ്മിൽ ഐക്യതയില്ലാത്ത പല കുടുംബങ്ങൾ, തമ്മിൽ സ്നേഹമില്ലാത്ത പല കുടുംബങ്ങൾ, തമ്മിൽ ഐക്യതയില്ലാത്ത സഭാ കുടുംബങ്ങൾ, ഒരു ഭാഷയെ മറ്റൊരു ഭാഷയ്ക്ക് ഇഷ്ടമല്ല, ഒരു വിശ്വാസിയെ മറ്റൊരു വ്യക്തിക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നെങ്കിൽ ഓർക്കണം, പ്രാർത്ഥിക്കുന്നവൻ ആത്മശക്തിയോടെ, ആത്മനിയോഗത്തോടെ, നമ്മളെ വിശ്വാസം പറയാറില്ലേ, ആ വിശ്വാസത്തിന്റെ താക്കോലോ പ്രാർത്ഥനയുടെ താക്കോലോ ഈ താക്കോലൊക്കെ ഉണ്ടെങ്കിലും ഞാനും ഒന്ന് പറയുക, ആർക്കെങ്കിലും ആ താക്കോല് ഒന്ന് എടുത്ത് ആ കഥ ഒന്ന് തുറന്നിരുന്നെങ്കിൽ പത്രോസിനെ കാണാമാർ. ശ്രദ്ധിച്ചു നോക്കി, പത്രോസ് അവിടെ മുട്ടിക്കൊണ്ട് നിൽക്കുന്നു. ഇന്ന് ഈ ദിവസം ഞാൻ ദൂത് വിളിച്ചു പറയുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഇതാ വെളിയിൽ നിൽക്കുന്നുണ്ട്. വിശ്വാസത്താ പറ, നാളെ തന്നെ എനിക്ക് വേണ്ടി എന്റെ ദൈവം ഒരത്ഭുതം ചെയ്യും. ഞാനത് കാണും. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ എനിക്ക് വേണ്ടി ദൈവത്തിന്റെ വാതിൽ തുറക്കും. ഞാൻ ഇന്ദുലേഖ ദേവദാസ് പറഞ്ഞതുപോലെ ഞാൻ ചേർത്ത് പറയുക, ഒരു വാതിൽ തുറക്കും. ആരൊക്കെ അടച്ചു വെച്ചാലും, അകത്തൊക്കെ അതും പറഞ്ഞാലും, നിന്നെക്കുറിച്ച് അതും വിളിച്ചു പറഞ്ഞാലും, നിന്നെക്കുറിച്ച് അവയ്ക്കാതെ വിളിച്ചു പറഞ്ഞാലും, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് അവയ്ക്കാതെ വിളിച്ചു പറഞ്ഞാലും, തലമുറയെ കുറിച്ച് എന്തൊക്കെ ദുർവർത്തമാനം വിളിച്ചു പറഞ്ഞാലും ഓർക്കണം, കൂടെ പ്രാർത്ഥിക്കുന്നവരാകാം, കൂടെ ആരാധിക്കുന്നവരാകാം, കൂടെ സഞ്ചരിക്കുന്നവരാകാം. പക്ഷേ ഓർക്കണം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഇതാ വെളിയിൽ നിൽക്കുന്നു. ഒരത്ഭുതം കാണുന്നു. വിശ്വാസത്താൽ തുറന്നെടുക്കാമോ? ദൈവം പ്രവർത്തിക്കാൻ പോവുക. ഞാനത് വിശ്വസിക്കുന്നു. അങ്ങനെ അവൻ മുട്ടിക്കൊണ്ടിരുന്നപ്പോൾ വാതിൽ തുറന്നു. അവിടെ വായിക്കുന്ന എങ്ങനെ? വാതിൽ തുറന്നു. അവിടെ വായിക്കുന്നവർ വിസ്മയിച്ചു പോയി. വിശ്വസിക്കാൻ പറ്റുമോ? കഴിഞ്ഞ ഒരു മണിക്കൂറിന് മുമ്പ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, കുറച്ച് മണിക്കൂറിന് മുമ്പ് നിനക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ പറയുക, ഇല്ല, അവർ വിസ്മയിക്കുന്നു. അങ്ങനെയെങ്കിൽ പറ, ഒരു വിസ്മയം കൂടത്തക്ക രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക. വിശ്വാസത്താൽ പറ, വിസ്മയം ആക്കത്തക്ക രീതിയിൽ, നിന്നെ ഒരു അനുഗ്രഹിക്കപ്പെട്ട പദവിയാക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഞാൻ വിശ്വസിക്കുന്നു എന്റെ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കും. വിശ്വാസത്താൽ ആത്മശക്തിയോടെ വിശ്വാസത്താൽ പറ, ഇതാ എനിക്ക് വേണ്ടി എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി ചലിക്കുന്നു. അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ താലമുണ്ടല്ലോ, താക്കോല്, വിശ്വാസത്തിന്റെ താക്കോലോ പ്രാർത്ഥനയുടെ താക്കോലോ, ഇതുകൊണ്ട് വിശ്വാസത്താൽ തുറക്കുവാൻ ഇന്ന് ഈ ദിവസം ഈ രാത്രിയിൽ നമുക്ക് എത്ര പേർക്ക് ധൈര്യമുണ്ട്? ധൈര്യമുണ്ടെങ്കിൽ തുറന്ന് എടുക്കാൻ പോവുക, അത് സംഭവിക്കാൻ പോവുക. എന്നാൽ താക്കോല് നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ സ്വയമായിട്ട് ശോധന ചെയ്യണം. താക്കോൽ നഷ്ടപ്പെട്ടു പോയോ എന്ന് സ്വയമായിട്ട് ശോധന ചെയ്യണം. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഉദാഹരണം പറഞ്ഞ് എന്റെ പ്രസംഗം ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കാം. ഒരിക്കല് 3 സഹോദരന്മാർ താമസിക്കായിരുന്നു. 3 സഹോദരന്മാർ ഒരു സ്ഥലത്ത് താമസിക്കുകയാണ്. ആ താമസിക്കുന്ന സ്ഥലത്ത് 3 സഹോദരന്മാര് അവര് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എളുപ്പം ഒരു ഫോൺ കോൾ വന്നു. ഫോൺ കോൾ ഇങ്ങനെയാണ്: ഞങ്ങള് ഇന്ന് അവധി ആയതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് വരികയാണ്. അതുകൊണ്ട് എളുപ്പം ഒന്ന് റെഡിയാകുക, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു വിസിറ്റിങ്ങിന് അല്ലെങ്കിൽ വെളിയിലേക്ക് ഒന്ന് പോകാം, ഞങ്ങൾ അങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞ് ഈ കൂട്ടുകാർ തമ്മിൽ വിളിച്ചു. അപ്പൊ കൂട്ടുകാരെ സൽക്കരിക്കേണ്ടതിന് വേണ്ടി ഇവര് ലിഫ്റ്റിൽ കൂടെ താഴെയാണ്. 60 നിലയിലാണ് താമസിക്കുന്നത്. ഓർക്കണേ, 60 നിലയുടെ മുകളില്ല. അപ്പം ലിഫ്റ്റിൽ കൂടെ താഴെ ഇറങ്ങി. അപ്പൊ സഹോദരന്മാർ വരുന്നുണ്ടല്ലോ, കൂട്ടുകാർ വരുന്നുണ്ടല്ലോ, അവർ സൽക്കരിക്കേണ്ടതിന് വേണ്ടി 60 നില ലിഫ്റ്റിൽ കൂടെ താഴെ ഇറങ്ങി. അങ്ങനെ സാധനങ്ങളൊക്കെ ഒരു വാങ്ങിച്ച് പിന്നെ അവര് തിരിച്ച് അവരുടെ 60 നില ആ റൂമിലോട്ട് കയറി പോകാനായിട്ട് പോകുന്ന സമയത്ത് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. ശ്രദ്ധിക്കുന്ന, ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല.
അങ്ങനെ വർക്ക് ചെയ്ത ആൾപ്പാടല്ല ഈ 3 പേരും വിഷമത്തില്ല, എന്തോ ചെയ്യും? അപ്പൊ ഒരാൾ പറഞ്ഞു നമുക്ക് നടന്നു കയറാം. എങ്ങനെ നടന്നു കയറും? നമ്മുടെ കാലൊക്കെ കടിക്കുകയല്ലേ, കാല് വേദനിക്കുകയല്ലേ, എങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടല്ലേ? അപ്പൊ ഒരാൾ പറഞ്ഞു പേടിക്കണ്ട, 20 നിലയുടെ കാര്യം ഞാൻ ഏറ്റത് എന്ന് പറഞ്ഞാൽ ഈ നടന്നു പോകുമ്പോ താമസൊക്കെ പറഞ്ഞ് ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ വഴിദൂരം അറിയത്തില്ല, സ്റ്റെപ്പുകൾ ചവിട്ടുന്ന അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ 20 നിലയുടെ കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. അപ്പം മറ്റൊരുക്കും പറഞ്ഞു ഞാനും അങ്ങനെയാണ്, 20 നിലയുടെ കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. അങ്ങനെ മറ്റവൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ബാക്കി 20 നിലയുടെ കാര്യം ഏറ്റെന്ന് പറഞ്ഞു. അങ്ങനെ 3 പേരും കൂടി ഏറ്റ് പതുക്കെ നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് ഒരാളുടെ കടമ തീരുമ്പോൾ അവർ നിർത്തും, പിന്നെ അടുത്ത ആള് പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വന്ന് 59ാമത്തെ നിലയിലെത്തി. 59ാമത്തെ നിലയിലെത്തി 2ഓ 3ഓ സ്റ്റെപ്പ് കയറി ചെന്നാൽ ഇവരുടെ റൂമിലെത്തും. ശ്രദ്ധിക്കണേ, ഇവരുടെ റൂമിലെത്തും. അവരുടെ റൂമിൽ എത്താറായപ്പോൾ 2 സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. റൂമിൽ എത്താറായപ്പോൾ ഈ തമാശ പറയുന്നവൻ നിർത്തി. അപ്പൊ മറ്റേ 2 പേരും ചോദിച്ചു എന്നാണ് ഈ തമാശ പറയാത്ത, എന്താ സംസാരിക്കാത്ത? അപ്പൊ ഈ സഹോദരൻ പറയുക നമ്മുടെ റൂമിന്റെ ചാവി താഴത്തെ കടയിൽ വെച്ച് മറന്നിട്ട് പോയത്. ശ്രദ്ധിച്ചു നോക്കിയേ, താഴത്തെ കടയിൽ മറന്നു വെച്ചിട്ട് പോന്നു. നമ്മുടെ റൂമിന്റെ ചാവി താഴത്തെ കടയിൽ മറന്നു വെച്ചിട്ട് പോന്നു. ശ്രദ്ധിച്ചു നോക്കിയേ, ഇതുപോലെ നഷ്ടപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങളെ മടക്കി തരാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി വിശ്വാസത്താൽ പറ, എന്റെ നഷ്ടപ്പെടുത്തൽ അവകാശങ്ങൾ ഓർക്കണം. ഭ്രാന്താണെന്ന് പറഞ്ഞതിന്റെ പേരിൽ, നമ്മളെ കുറ്റപ്പെടുത്തിയതിന്റെ പേരിൽ, നമ്മളെ ഒറ്റപ്പെടുത്തിയതിന്റെ പേരിൽ, നമ്മളെ നിരുത്സാഹിപ്പിച്ചതിന്റെ പേരിൽ, സാമ്പത്തികം മുടക്കതിന്റെ പേരിൽ, സ്റ്റേജുകൾ മുടക്കിയതിന്റെ പേരിൽ, നമ്മളെ വിഷമിപ്പിച്ചതിന്റെ പേരിൽ നമ്മൾ നിരാശപ്പെട്ട് ദൈവമേ എന്തിനായാലും പ്രാർത്ഥിക്കുന്നു വിചാരിച്ച് നിരാശപ്പെട്ടെങ്കിൽ ദൈവം പറയുക നീ ശക്തി പ്രാപിക്ക്, നിന്റെ നഷ്ടപ്പെട്ട അവകാശം ദൈവം മടക്കി തരും. ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഇന്ന് രാത്രി വിശ്വാസപ്പെട, എന്റെ നഷ്ടപ്പെട്ട അവകാശം ദൈവം മടക്കി തരും. അതുകൊണ്ട് നഷ്ടപ്പെട്ട അവകാശങ്ങൾ മടക്കി നൽകി ദൈവപ്രവർത്തിക്ക് വേണ്ടി നമ്മളെ സമർപ്പിക്കാം, ദൈവകരങ്ങൾ സമർപ്പിക്കാം. ഈ വചനങ്ങളായി ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അമ്മയെ അനുഭവിച്ചെന്ന ബഹുമാന്യായ ആ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ടവരുള്ള നന്ദി സമർപ്പിക്കുന്നു. നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.